ചെയ്യുമ്പോൾ അവിടെ കുറച്ച് പേര് മാത്രമായിരിക്കും കാണുക. ഇത്രയും പേരെ കണ്ടപ്പോൾ ഒത്തിരി സന്തോഷമായി. എന്തായാലും നമ്മളുണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കുറച്ച് കാര്യങ്ങളാണ്. എങ്കിൽ പോലും നമ്മൾ അതിന് വേണ്ടത്ര സീരിയസ്നെസ് കൊടുക്കുന്നില്ല. പക്ഷേ ഇന്ന് മുതൽ നമ്മൾ കുറച്ചധികം കൂടുതലായി ചിന്തിക്കേണ്ട കുറച്ച് കാര്യങ്ങളെ പറ്റിയാണ് ഞാനിവിടെ സംസാരിക്കുന്നത്. കാരണം നമുക്കറിയാം, ഇന്ന് നമ്മുടെ സമൂഹം നേരിടുന്ന ഏറ്റവും വലിയ ഒരു പ്രശ്നം എന്ന് തന്നെ വേണം പറയാൻ. ലഹരിയുടെ ഉപയോഗം നമ്മുടെ കുട്ടികളും യുവാക്കളും. എന്തുകൊണ്ടാണ് നമ്മുടെ കുട്ടികളും യുവാക്കളും ഇത്ര വേഗത്തിൽ ലഹരിയുടെ പിന്നിലേക്ക് അകപ്പെടുന്നത്? ഇത്ര വേഗത്തിൽ ഇതിലേക്ക് വഴുതി വീഴുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ടായിരിക്കും അത്? എന്തുകൊണ്ടായിരിക്കും? ഓരോരുത്തരും സ്വയം ഒന്ന് ആലോചിച്ച് നോക്കുക. കാരണം ഈ ലഹരി എന്നത് ഒരു സുഖമാണ്, അത് ഉപയോഗിക്കുന്നവർക്ക് ഒരു സുഖമാണ്. എല്ലാവർക്കും അങ്ങനെയല്ലെങ്കിലും ചിലർക്കെങ്കിലും അങ്ങനെയല്ല. എന്നാൽ ഈ സുഖം നമ്മുടെ കുട്ടികൾക്ക്, നമ്മുടെ കുടുംബങ്ങളിൽ നിന്നോ അതല്ലെങ്കിൽ പഠനത്തിൽ നിന്നോ പാഠ്യേതര പ്രവർത്തനത്തിൽ നിന്നോ ലഭിക്കാതെയോ അതല്ലെങ്കിൽ കണ്ടെത്താനാവാതെയോ വരുമ്പോഴാണ് അവർ ലഹരിയുടെ സുഖം തേടി പോകുന്നത്. ഈ ഒരു സുഖം എന്ന് പറയുന്നത് ഒരിക്കൽ അതിന് അറിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും അതിലേക്ക് ആകർഷിക്കപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം ഈ ഒരു സുഖം എന്ന് പറയുന്നത് നമ്മുടെ കുടുംബങ്ങളിൽ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം. അതിന് വേണ്ടത് നമ്മുടെ കുടുംബ ബന്ധുക്കൾ ഊഷ്മളമാക്കുക. അത് തന്നെയാണ് ഏറ്റവും ആദ്യമായി നമ്മൾ ചെയ്യുന്നത്. കാരണം നിങ്ങൾ ആയിട്ട് വീട്ടിലുള്ള കുട്ടികളായിരുന്നു ഒരു പക്ഷേ ഉണ്ട്, മാക്സിമം പോലെ മൂന്നുണ്ടെങ്കിൽ നാല്. പക്ഷെ ഇപ്പോഴും കുട്ടികളെ നമ്മൾ എങ്ങനെ പരിപാലിക്കുന്നു, എത്രയൊക്കെ രീതിയിൽ അവർക്ക് വേണ്ടതെല്ലാം തരുന്നുണ്ട്, നമ്മൾ ചോദിക്കുന്നതെല്ലാം കൊടുക്കുന്നുണ്ട്, അവരുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് നടത്തുന്നുണ്ട്. പക്ഷെ അവരെ ചില കാര്യങ്ങളിൽ കൂടി നമ്മൾ മാക്സിമം ശ്രദ്ധിക്കണം, അവരെ നമ്മൾ ചേർത്ത് പിടിക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ കുട്ടികൾ നമ്മളോടൊപ്പം ഉണ്ടാകുകയുള്ളൂ. കാരണം നമ്മുടെ കുടുംബത്തിൽ നിന്നും ഈ പറഞ്ഞ സ്നേഹം, ഈ ഒരു സുഖം ലഭിക്കുന്നില്ലെങ്കിൽ അത് ലഭിക്കുകയാണെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി അങ്ങോട്ട് തന്നെ പോകും. അതൊരു സ്വാഭാവികമായി സംഭവിക്കുന്ന കാര്യമാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ ഹൈസ്കൂൾ ലെവലിലുള്ള കുട്ടികളുടെ പേരൻസാണ് നിങ്ങൾ. നമ്മുടെ കുട്ടികളുടെ പ്രത്യേകത ഇതാണ്. ഈ പ്രായം എന്ന് പറയുന്നത് ഇവരുടെ ഈ ഒരു ടീനേജ് പ്രായം, ഈ ഒരു അഡോളസന്റ് ഏജ് എന്ന് പറയുന്നതിന്റെ പ്രത്യേകത എന്ത് കണ്ടാലും അത് എന്താണെന്ന് അറിയാനുള്ള ആകാംക്ഷ, ആ ഒരു ജിജ്ഞാസ, ആ ഒരു ക്യൂരിയോസിറ്റി ഏറ്റവും കൂടുതലായിട്ടുള്ള ഒരു പ്രായമാണ്. ഈ പ്രായം, ഈ ഒരു ക്യൂരിയോസിറ്റി ഇത് തന്നെയാണ് നമ്മുടെ ലഹരി മാഫിയ മുതലെടുക്കുന്നത്. കുട്ടികളിലാണ് അവർ ഏറ്റവും കൂടുതൽ ലക്ഷ്യം വെക്കുന്നത്. കാരണം വളരെ എളുപ്പത്തിൽ കുഞ്ഞുങ്ങളെ മനസ്സിലാക്കാൻ സാധിക്കും. പ്രത്യേകിച്ച് ഇത്തരം ലഹരിയുടെ കാര്യങ്ങൾ അവർക്ക് അറിയില്ല. അതിന്റെ ദൂഷ്യഫലങ്ങളോ അതിന്റെ വരുംപരായങ്ങളോ ഒന്നും ചിന്തിച്ച് മനസ്സിലാക്കാനുള്ള കഴിവോ അറിവോ കുഞ്ഞുങ്ങൾക്കില്ല. ഈ പ്രായത്തിൽ കുഞ്ഞുങ്ങളെ വലവീഴ്ച പിരിക്കുകയാണ് ചെയ്യുന്നത്. കാരണം അത്രയും വലിയ രീതിയിലാണ് നമ്മൾ ലഹരി മാഫിയ വലവീഴ്ചിരിക്കുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങൾ അതിൽ തെറ്റ് പോകാതിരിക്കാൻ പേരൻസ് എന്ന നിലയിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും എന്നുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഞാനിവിടെ സംസാരിക്കുന്നത്. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഈയിടെയായിട്ട് നമ്മൾ ന്യൂസിലൊക്കെ കാണുന്ന വാർത്തകളല്ല എത്ര പേരിക്കുന്നതാണ്. ഓരോ ദിവസവും വാർത്ത കേൾക്കുമ്പോൾ നമ്മൾ ഞെട്ടിപ്പോവുകയാണ്. കാരണം അത്രയ്ക്ക് ഞെട്ടിപ്പിക്കുന്ന കണക്കുകളാണ് ഓരോ ദിവസവും കാണുന്നത്. ഈ അടുത്ത കാലത്ത് തന്നെ ഒരു പയ്യൻ, നമുക്കറിയാം തിരുവനന്തപുരത്താണല്ലേ, ആ കുട്ടിയുടെ പേരൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. അഫാൻ എന്നാണ് പേര്. ആ കുട്ടിയുടെ 5 പേരെയാണ് കൊല ചെയ്തത്. അവന്റെ പരിചയത്തിലും ബന്ധത്തിലും സുഹൃത്തുക്കളായിട്ടുള്ളവരും സ്വന്തം അമ്മയെ പോലും ഇങ്ങനെ ചെയ്യാൻ പഠിക്കാത്ത ഒരു കുട്ടിയാണ്. പക്ഷെ ബേസിക്കലി അവരങ്ങനെ ആയിരുന്നില്ല, വളരെ സ്നേഹമുള്ള കുട്ടിയായിരുന്നു. പക്ഷെ എന്താണ് സംഭവിച്ചത്? നമ്മുടെ കുട്ടികൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ലഹരിയുടെ പിന്തുണയില്ലാതെ ഇതുപോലുള്ള ക്രൂരകൃത്യം ചെയ്യാൻ ലോകമായി ഒരു മനുഷ്യനും സാധിക്കില്ല, ഒരിക്കലും സാധിക്കില്ല. കാരണം അത് അത്രത്തോളം ഭീകരമായ ഒരു കാര്യമാണ്. പക്ഷെ ഈ ലഹരി നമ്മുടെ മുന്നിൽ ചെന്ന് കഴിയുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് നമുക്ക് തന്നെ അറിയില്ല. മാത്രമല്ല നമ്മുടെ ബ്രെയിനെ കൺട്രോൾ ചെയ്യുന്നത് പിന്നെ ഈ ലഹരി വസ്തുവാണ്. നമ്മൾ ഉദ്ദേശിക്കുന്നതൊന്നും ആയിരുന്നില്ല അവർ സംഭവിക്കുന്നത്. ഇന്നലെ അല്ല, ഒരു ദിവസം 1-2 ദിവസമായിട്ടുള്ളൂ നമ്മുടെ നാട്ടിൽ തന്നെ ഒരമ്മയെ ലഹരി മൂത്ത മകൻ വെട്ടിക്കൊണ്ടു. എത്ര ദുഃഖകരമായ വാർത്തയാണ്. ആ അമ്മ മക്കൾക്ക് വേണ്ടി മാത്രമാണ് ജീവിച്ചിരുന്നത് ഇത്രയും കാലം. പക്ഷെ ഇങ്ങനെയുള്ള സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒരു കാര്യം ആലോചിക്കേണ്ടതുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങൾ സുരക്ഷിതരാണോ? നമ്മൾ ഓരോരുത്തരും സുരക്ഷിതരാണോ? സ്വയം ഒന്ന് ചോദിച്ചു നോക്കേണ്ട കാര്യമാണ്. കാരണം നമ്മുടെ വീട്ടിൽ ഇതുപോലൊരു അപ്പാനുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ കുഞ്ഞുങ്ങളെ നമുക്ക് വളരെയധികം വിശ്വാസമാണ്. ഓരോ കുട്ടികളെയും അവരുടെ പേരൻസിന് ഒരുപാട് വിശ്വാസമാണ്. എന്റെ കുഞ്ഞ് തെറ്റി ചെയ്യില്ല, ഒരിക്കലും ഇങ്ങനെ സംഭവിക്കില്ല എന്ന് തന്നെയാണ് നമ്മൾ ഓരോരുത്തരും വിചാരിക്കുന്നത്. കാരണം എന്റെ കുട്ടി ചെറിയ കുട്ടിയാണ്, അവനൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല, അല്ലെങ്കിൽ അവർക്ക് ഇതൊന്നും മനസ്സിലാവില്ല, ഇതൊന്നും പ്രായമായിട്ടില്ല എന്ന് നമ്മൾ ഓരോരുത്തരും വിചാരിക്കും. പക്ഷെ
പേരൻസിനെ ഫോൺ വിളിച്ചിട്ട് അവർ ചില അമ്മമാരൊക്കെ ഈ സാറിന് നന്നായിട്ട് ദേഷ്യപ്പെടുകയാണ്. സാർ എന്താ പറയുന്നത്, എന്റെ പോലെ ഞാൻ ചെയ്യുമെന്ന് എനിക്കറിയാം. കാരണം ഞാൻ അത്രയും കാര്യമായിട്ടാണ് അവരെ വളർത്തിയത്. സാറ് ദേഷിക്കുന്ന പോലെയല്ല, സാർ നാട് മാറിപ്പോയി എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടു. അതിനെ വിളിച്ച് വന്ന് സ്വന്തം മകൻ മദ്യലഹരിയുമായി എടുക്കുന്നത് കണ്ടപ്പോഴാണ് ആ അമ്മയ്ക്ക് മനസ്സിലായത്. ഞാൻ ഇതുവരെ പ്രതീക്ഷിക്കുന്നു, എന്റെ വിശ്വാസവും എല്ലാം തെറ്റിപ്പോയി. ഞാൻ എന്റെ കുട്ടിയെപ്പറ്റി ഇങ്ങനെ ആയിരുന്നില്ല പ്രതീക്ഷിച്ചത്. അവിടെ വെച്ചുകൊണ്ട് എന്നെ സോറി പറഞ്ഞ് കരയുകയും ചെയ്യുന്നത്. അപ്പൊ ഇതാണ് നമ്മൾ ഓരോരുത്തരുമാണ്, ആ അമ്മയുടെ പ്രസിദ്ധിക്കുന്നത് നമ്മൾ ഓരോരുത്തരുമാണ്. കാരണം നമ്മുടെ വിശ്വാസം അതാണ്, കുട്ടി ഒരിക്കലും തെറ്റ് ചെയ്യില്ല. ഞാൻ അങ്ങനെ അല്ല അവനെ വളർത്തുന്നു, അല്ലെങ്കിൽ അവനെ വളർത്തുന്നു, അങ്ങനെയാണ് നമ്മൾ ഓരോരുത്തരും വിശ്വസിക്കുന്നത്. പക്ഷെ സംഭവം വേണ്ട, ഇന്നത്തെ ഒരു തെറ്റിന് പറയുന്നതല്ല. കുട്ടികൾ പലർക്കും കാരണം ആ ഒരു പ്രായത്തിലുള്ള കുട്ടികളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സിറ്റി ആണെന്ന് ഞാൻ പറഞ്ഞു. അതിൽ തന്നെ പല കുട്ടികളും ആദ്യമായിട്ടാണ് മദ്യം ഒരു കയ്യിൽ അടുത്ത് കാണുന്നത്. ഇത് എന്താണെന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷ കൊണ്ടാണ് പല കുട്ടികളും ഇത് ടെസ്റ്റ് ചെയ്ത് നോക്കും. അതിന്റെ ഫലമായിട്ട് അവർക്കറിയില്ല എങ്ങനെ ഉപയോഗിക്കുന്നുണ്ട്. പലരും അത് കൂടുതലായി കഴിച്ചുകൊണ്ടിട്ടുണ്ട്. അപ്പൊ ഇതുപോലെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഒരുപക്ഷെ അവരുടെ കൂട്ടുകാരായിരിക്കാം, ചിലപ്പോൾ അങ്ങനെ ആയിരിക്കില്ല. കേരളത്തിൽ പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് 18 വയസ്സിൽ താഴെ പ്രായത്തിൽ നമ്മുടെ കുട്ടികൾ ആദ്യമായി മദ്യം അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഡ്രഗ്സ് ഉപയോഗിച്ച് തുടങ്ങുന്നതായിട്ടാണ്. നമ്മുടെ കുട്ടികൾക്ക് എങ്ങനെയാണെങ്കിൽ ഏത് രീതിയിലാണ് അവരുടെ കൈകളിലേക്ക് വരുന്നത്. സ്വാഭാവികമായിട്ട് അത് കുടുംബത്തിൽ നിന്ന് തന്നെയായിരിക്കും എത്തിപ്പോയി കിട്ടുക. അതല്ലെങ്കിൽ അവരുടെ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ പുറത്തിറങ്ങുമ്പോൾ മുതിർന്ന ആളുകൾ ഇവരിൽ നിന്നൊക്കെ ആയിരിക്കും ഇതിന്റെ ഫസ്റ്റ് ഡോസ് നമ്മുടെ കുട്ടികൾക്ക് ലഭിച്ചിട്ടുണ്ടാകുക. നമ്മൾ അറിയുന്നില്ല, നമ്മുടെ കണ്ണുകളിച്ച് എന്ത് ചെയ്യാൻ അവരുടെ പ്രത്യേക കഴിവ് തന്നെയാണ്. പേരൻസ് അറിയുന്നത് പോലും ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുക, എന്റെ വീട്ടിൽ ഇതൊക്കെ ഉണ്ടോ എന്നൊന്ന് ആലോചിച്ച് നോക്കുക. എന്റെ കുഞ്ഞിനെ ചെയ്യാൻ സാധ്യതയുണ്ടോ, അഥവാ അങ്ങനെ ഉണ്ടെങ്കിൽ അതിൽ എന്താണ് ഞാൻ ചെയ്യേണ്ടത്, അത് ഒഴിവാക്കാൻ ഞാൻ എന്തൊക്കെ ചെയ്യണം, ഇങ്ങനെയുള്ള കാര്യം നമ്മൾ പ്രത്യേകം മനസ്സിലാക്കുക. അപ്പോൾ ഈ കുട്ടികൾ ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ അതിൽ തന്നെ പലരുടെയും പേരൻസ് വളരെ കഷ്ടപ്പെട്ടാണ് കൂലിവേല ചെയ്താണ് ഓരോ ദിവസവും കിട്ടുന്ന പണം കൊണ്ടാണ് ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യും. നമ്മളൊക്കെയും അത് അതുപോലെ ഏകദേശം മിഡിൽ ക്ലാസ് ഫാമിലിയിലുള്ള ആളുകളാണ് കൂടുതലും പേര്. അപ്പൊ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷെ നമ്മളിങ്ങനെ വെറുതെ അത് ചോദിക്കുന്നതൊക്കെ വാങ്ങിക്കൊടുത്ത് അങ്ങനെ ജീവിച്ചാൽ പോലെ അവരെ നല്ല രീതിയിൽ വളർത്തിക്കൊണ്ട് വരാൻ കുറച്ചധികം കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം, പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ. കാരണം വിലയ്ക്കായി അത്രത്തോളം ശക്തമായിട്ടാണ് നമ്മുടെ കുട്ടികളെ രക്ഷിപ്പിച്ചു നിൽക്കുന്നത്. പണ്ടൊക്കെ ഒരു 20-25 വർഷം മുമ്പ് പോലീസിലെ എക്സൈസിന് ഒരു കിലോ ഡ്രഗ്സ് പിടിക്കാൻ സാധിച്ചത് വളരെ അപൂർവമായിട്ടായിരുന്നു. പക്ഷെ ഇന്നത്തെ അവസ്ഥ എന്താണോ, എത്ര കിലോ സാധനമാണ് നമ്മുടെ കേരളത്തിലേക്ക് വരുന്നത്. ഓരോ ദിവസവും വാഹനം നേടുന്നത് 100 കിലോ അല്ലെങ്കിൽ 200 കിലോ 500 കിലോ ഏകദേശം കൊണ്ടുവരുന്നതല്ല. നമ്മുടെ കുഞ്ഞുങ്ങളെ ലക്ഷ്യം വെച്ച് 1-2 ഗ്രാം വീതം നമ്മുടെ കുട്ടികളുടെ കൈകളിലേക്ക് എത്തുന്നതിന് വേണ്ടിയാണ് നമ്മൾ നടത്തി കൊടുക്കുന്നത്. നമ്മൾ വിചാരിക്കുന്നതൊക്കെ മെട്രോപൊളിറ്റൻ ഏരിയയിലോ അല്ലെങ്കിൽ ബാംഗ്ലൂരിനെ കുറിച്ച് അതുപോലുള്ള നഗരങ്ങളിൽ മാത്രമേ ഈ പ്രശ്നം കൊണ്ടുവരൂ. പക്ഷെ ഒന്നുമല്ല, നമ്മുടെ നാട്ടിൽ നിസ്സാര ടെക്സിക്കടകളിൽ അതല്ലെങ്കിൽ ഏത് മുക്കിലും മൂലയിലും പോലും അവൈലബിൾ ആണ് ഈ സാധനം. നമ്മുടെ കുട്ടികളുടെ കൈകളിലേക്ക് ഏത് രീതിയിൽ എപ്പോ എങ്ങനെ എവിടെ വെച്ചെത്തുന്നത് നമുക്ക് ആർക്കും അറിയില്ല. അത് എപ്പോഴും കാര്യത്തിൽ സംഭവിക്കും. അപ്പോൾ നമ്മുടെ കുഞ്ഞിനെ എത്രത്തോളം നമ്മൾ കെയർ ചെയ്ത് എത്രത്തോളം സംരക്ഷിക്കണം, എത്രത്തോളം ചേർത്ത് ചെയ്യണം, ഇത് മാത്രമേ കുട്ടിയെ രക്ഷപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ. പല കുട്ടികളുടെ പ്രത്യേകത അതാണ്, ഒരു ആരാണ് അവരെ ഏത് രീതിയിലാണ് അവർക്ക് ഉപയോഗിക്കുന്നതിന് യാതൊരു നിർബന്ധവുമില്ല. കാരണം ചില സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ ഇതുപോലുള്ള ഡ്രഗ്സ് മാഫിയയുടെ ആളുകൾ കുട്ടികളെ കാരിയർമാരായിട്ട് ഉപയോഗിക്കാം. നമ്മുടെ കുട്ടിക്ക് ഫ്രീയായിട്ടായിട്ട് എന്തെങ്കിലും വസ്തുക്കൾ കൊടുക്കുക, എന്തെങ്കിലും ഗിഫ്റ്റുകൾ ഓഫർ ചെയ്യുക, അതല്ലെങ്കിൽ പണം ഓഫർ ചെയ്യുക, ഒരു പാക്കറ്റ് ഒരു പൊടി കണ്ടിട്ട് 10 ദിവസത്തിനകത്ത് കൊണ്ടുപോയി കൊടുക്കുക, അല്ലെങ്കിൽ സ്കൂളിലൊക്കെ ഇറങ്ങുമ്പോൾ നമ്മുടെ ചേട്ടൻ വരും, ആ ചേട്ടൻ്റെ ഇരുന്ന് ഏൽപ്പിക്കുക, അതുപോലെ ഇന്ന ക്ലാസ്സിലാണെങ്കിൽ ഇന്ന കുട്ടി ഇരുന്ന് ഏൽപ്പിക്കുക. ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ നമ്മുടെ കുട്ടികളുടെ കൈകളിലേക്ക് എന്തെങ്കിലും ഒരു വസ്തു വന്നാൽ അവരത് വാങ്ങിക്കൊണ്ട് പോകാൻ ആ പ്രശ്നം അവരോടൊപ്പം പോയിരിക്കണം. ഇതിനിടയ്ക്ക് എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ കിട്ടി, പോലീസോ എക്സൈസോ ഒരു ചെക്കിങ് നടത്തി നമ്മുടെ കുട്ടിയുടെ കയ്യിൽ നിന്നും കുറച്ച് ഡ്രഗ്സ് കിട്ടി, അവരാരായിരിക്കും തെറ്റുകാരൻ, അവർ തന്നു ഇവർക്ക് കൊടുക്കാനാണ് എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നമ്മുടെ കുഞ്ഞ് മാത്രമായിരിക്കും അതിനകത്ത് ഉത്തരവാദിത്തപ്പെട്ടുണ്ടാവുക. അപ്പോൾ അതിൻ്റെതായ ബാക്കി റിസൾട്ട് എല്ലാം അനുഭവിക്കുന്നത് ആ കുട്ടിയായിരിക്കും. അപ്പോൾ നമ്മൾ കുട്ടികളോട് പറഞ്ഞു കൊടുക്കുക, പരിചയമില്ലാത്ത ആളുകൾ എന്ത് വസ്തുക്കൾ തന്നാലും അവിടെ അത് വാങ്ങാതിരിക്കാൻ അവരോട് നോ പറയാനുള്ള ഒരു ധൈര്യം ഉണ്ടായിരിക്കണം. കാരണം അത് കുടുംബങ്ങളിൽ തന്നെ പരിശീലിപ്പിച്ച് കൊടുക്കണം. അച്ഛനും അമ്മയും തെറ്റേതോ ശരിയേതോ എന്ന് തിരിച്ചറിവാണ് നമുക്ക് വേണ്ടത്. അല്ലാതെ വേറെ അറിവ് കിട്ടിയതുകൊണ്ട് മാത്രം കാര്യമില്ല. സ്കൂളിൽ നിന്നോ അല്ലെങ്കിൽ
കിട്ടുന്നുണ്ട്. പക്ഷെ ഈ അറിവ് മാത്രം പോലെ ഇന്നത്തെ കാലഘട്ടത്തിൽ ജീവിക്കാൻ ഞാൻ എന്ത് ചെയ്യണം, എന്ത് ചെയ്യാൻ പാടില്ല, ഏതാണ് ശരി, ഏതാണ് തെറ്റ്, എവിടെ യെസ് പറയണം, എവിടെ നോ പറയണം എന്നുള്ള ചില തിരിച്ചറിവുകളാണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഈ സമയത്ത് വേണ്ടത്. ഈ തിരിച്ചറിവുകൾ നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് തന്നെ കിട്ടേണ്ടതാണ്. അവർ നമ്മുടെ പേരൻസിനെ കണ്ടു വേണം പഠിക്കാൻ. അവർക്ക് മാതൃകയാവുന്നത് അച്ഛനും അമ്മയുമാണ്. കാരണം കുട്ടികളുടെ ആദ്യത്തെ സ്കൂൾ എന്ന് പറയുന്നത് അവരുടെ കുടുംബം തന്നെയാണ്. ആദ്യത്തെ അധ്യാപകർ അവരുടെ മാതാപിതാക്കളുമാണ്. ഈ ഒരു ചിന്തയോട് കൂടി വേണം നമ്മൾ ചെയ്യാൻ. സ്ഥിരമായി മദ്യപിക്കുന്ന, അതല്ലെങ്കിൽ സ്ഥിരമായി ഏതെങ്കിലും തരത്തിലുള്ള ഡ്രഗ്സ് ഉപയോഗിക്കുന്ന പേരൻസ് ഉള്ള ഒരു കുടുംബത്തിലെ കുട്ടി അതുപോലെ ഡ്രഗ്സ് ഉപയോഗിച്ചാൽ നമുക്ക് അവരോട് പറയാൻ സാധിക്കുമോ നീ ഇത് ഉപയോഗിക്കരുത്? അത് പറയാനുള്ള അർഹത നമുക്കില്ല. അപ്പോൾ നമ്മൾ പേരൻസ് വേണം ഇതൊക്കെ നമ്മൾ അവർക്ക് മാതൃക കാണിച്ചു കൊടുക്കാം. നമ്മളെ കണ്ടാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ പഠിക്കുന്നത്. അപ്പോൾ നമ്മൾ പേരൻസ് വളരെയധികം ശ്രദ്ധിക്കുക. നമ്മുടെ കുട്ടികൾ വഴിതെറ്റി പോകാതിരിക്കാൻ ഒരുപാട് ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടമാണിത്. മദ്യം എന്ന് പറഞ്ഞു, മദ്യത്തിന്റെ കാര്യം മാത്രമല്ല, കുട്ടികൾ എന്ത് കണ്ടാലും അത് ഒന്ന് പരീക്ഷിച്ച് പോകാൻ ആഗ്രഹിക്കും. കാരണം ഇതുപോലെ ഒരു കേസിൽ നമ്മളൊരു കുട്ടിയെ പിടിച്ചു. 23 വയസ്സ് മാത്രമാണ് ആ കുട്ടിക്ക് പ്രായം. അവന്റെ അച്ഛൻ ബാങ്ക് മാനേജറാണ്, അമ്മ +2 അധ്യാപികയാണ്. നല്ല രീതിയിൽ പോകുന്ന ഒരു കുടുംബമാണ്. ഒറ്റ മകനാണുള്ളത്. പക്ഷെ ഈ കുട്ടിയെ പിടിച്ചത് അവന്റെ കഴിഞ്ഞ കുറച്ച് രാസലഹരി, ഇത്തരം സിന്തറ്റിക് ഡ്രഗ്സുമായിട്ടാണ്. വെറും 0.5 ഗ്രാം, അതായത് 1 ഗ്രാമിന്റെ പകുതി, അത്രയും കൈവശം വെച്ചാൽ പോലും ജാമ്യം കിട്ടാത്ത കേസ് അതുപോലുള്ള ഒരു സിന്തറ്റിക് ഡ്രഗാണ് അവന്റെ കയ്യിൽ പിടിച്ചത്. അപ്പൊ അവര് സ്കൂട്ടറിൽ ഇങ്ങനെ വരികയായിരുന്നു. ആ സമയത്താണ് ഈ കുട്ടിയെ നമ്മൾ പിടികൂടിയത്. എന്തായാലും കൊണ്ടുവന്ന് ഓഫീസിൽ വന്നിട്ട് അവന്റെ പേരൻസിനെ വിളിച്ച സമയത്ത് ഈ പേരൻസ് അപ്പോഴാണ് അറിയുന്നത് എന്റെ മകൻ ഇങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നത്. ആ സമയത്താണ് അറിയുന്നത്. കാരണം ആ കുട്ടിക്ക് ഒരു ഡ്യൂക്കിന്റെ ബൈക്ക് വേണം. അവൻ പറഞ്ഞു, അവന്റെ അച്ഛനോടും അമ്മയോടും പറഞ്ഞു എനിക്ക് ഡ്യൂക്ക് ബൈക്ക് വേണം. നമുക്കറിയാമല്ലോ ഡ്യൂക്ക് ബൈക്കിന് എത്ര രൂപ വിലയാവുന്നു, അത്യാവശ്യം നല്ല വിലയാവും, ലക്ഷങ്ങൾ വിലയാവുന്ന ബൈക്കാണ്. അച്ഛനമ്മയ്ക്ക് ജോലിയുണ്ട്, പണമുണ്ട്. അവരോടൊക്കെ തന്നെ ഡ്യൂക്കിന്റെ ബൈക്ക് വാങ്ങി കൊടുത്തു. അവൻ ആ ബൈക്ക് വാങ്ങിയിട്ട് 6 മാസം പറന്നു നടന്നു. അത് കഴിഞ്ഞപ്പോൾ അവൻ എന്തോ പണത്തിന് അത്യാവശ്യം വന്നു. അവൻ ഈ ബൈക്ക് മറിച്ച് വിട്ടു, മറ്റാർക്കും കൊടുത്തു. കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ ബൈക്കില്ല. അവൻ വീണ്ടും വീട്ടിൽ ആവശ്യപ്പെട്ടു, എനിക്കൊരു സ്കൂട്ടർ വേണം, ഒരു നല്ല സ്കൂട്ടർ, നല്ല വിലയുള്ള നല്ലൊരു ക്വാളിറ്റിയുള്ള സാധനം തന്നെ വാങ്ങി കൊടുത്തു. ഈ സ്കൂട്ടറിൽ ഈ പറഞ്ഞ സിന്തറ്റിക് ഡ്രഗുമായി വന്നപ്പോഴാണ് ഞങ്ങൾ പിടികൂടിയത്. ഇതിന്റെ അച്ഛനും അമ്മയും ഓഫീസിൽ വന്നിട്ട് പറയുകയാണ്, എന്റെ മകൻ ഇങ്ങനത്തെ ഒരു പരിപാടി ഉണ്ടായിരുന്നു, ഇങ്ങനെയൊക്കെ ചെയ്യുന്ന കുട്ടിയായിരുന്നു, ഞങ്ങൾ അറിഞ്ഞില്ല സാറേ. ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ, എല്ലാം കഴിഞ്ഞിട്ട് പോയി കഴിഞ്ഞു. ആ സമയത്ത് അവൻ കേസിലകത്താനാണ് 3 മാസം ജയിലിൽ കിടന്നു. അതിനുശേഷമാണ് അവന് ജാമ്യം കിട്ടിയത് തന്നെ. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് സംഭവിക്കുന്നത്. അച്ഛനും അമ്മയ്ക്കും പണമുണ്ട്. അപ്പൊ കുട്ടികളെ ചോദിക്കുന്നതൊന്നും നമ്മളിങ്ങനെ വാങ്ങി കൊടുക്കുന്ന ശീലമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഒഴിവാക്കേണ്ടത് തന്നെയാണ്. അവരുടെ ആവശ്യങ്ങളും അത്യാവശ്യങ്ങളും നമ്മൾ കണ്ടറിഞ്ഞ് ആവശ്യങ്ങൾക്ക് മാത്രം പണം കൊടുക്കുക. ഏറ്റവും അത്യാവശ്യമുള്ള കാര്യങ്ങൾക്ക് മാത്രം പണം കൊടുക്കുക. എന്നാൽ ആ പേരൻസ് ഒരിക്കൽ പോലും അന്വേഷിച്ചില്ല അവന്റെ ഡ്യൂക്ക് ബൈക്ക് എന്ത് ചെയ്തു, അതല്ലെങ്കിൽ അത് വിറ്റ് കിട്ടിയ പണം എന്ത് ചെയ്തു എന്ന് ഒരിക്കൽ പോലും അന്വേഷിച്ചില്ല. ഒരുപക്ഷെ അവരത് അന്വേഷിച്ചിരുന്നെങ്കിൽ ഈ കുട്ടി ഇത്രത്തോളം വലിയ പ്രശ്നത്തിലേക്ക് പോകില്ലായിരുന്നു. അവനെ ഡ്രഗ്സ് ഉപയോഗിക്കുന്നു എന്ന് മാത്രമല്ല അതിന്റെ ക്യാരിയർ കൂടിയായിരുന്നു. ഇതിന്റെ പണം ഇടപാടിന് വേണ്ടി പണം തരികയാണ് വന്നപ്പോഴാണ് അവൻ ഈ ബൈക്ക് വിറ്റത്. ഇതൊന്നും നമ്മുടെ പേരൻസ് അറിയുന്നില്ല. നമ്മുടെ കൈവിട്ട് പോയി കഴിഞ്ഞ ശേഷം മാത്രമായി. പിന്നെ നമ്മൾ എത്ര കഴിഞ്ഞിട്ടോ എത്ര കൈകാലം കഴിച്ചിട്ടോ യാതൊരു കാര്യമില്ല. നമ്മുടെ കുട്ടി കൈവിട്ട് പോയി കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, ചെറിയ പ്രായമുള്ള കുട്ടികൾ പല കാര്യങ്ങളും ആവശ്യപ്പെടും. അപ്പോൾ അവർക്ക് നമുക്കവരോട് സ്നേഹമുണ്ട്, ശരിയാണ്. പക്ഷെ സ്നേഹമായി തന്നെ കൊടുക്കുക, പണമായി തന്നെ കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മളത് പറഞ്ഞ് മനസ്സിലാക്കുക. നിങ്ങളുടെ കുട്ടികൾക്ക് അറിയാമോ അവരുടെ അച്ഛൻ്റെ അമ്മയുടെയും ജോലി എന്താണെന്ന്? നിങ്ങളുടെ കുട്ടികൾക്ക് അറിയാമോ നിങ്ങളുടെ ഓരോരുത്തരുടെയും ജോലി എന്താണെന്ന്? അറിയാം. അവരുടെ ഇൻകം, അവരുടെ ഏകദേശം വരുമാനം എന്താണെന്ന് ഏറെക്കുറെ എല്ലാ കുട്ടികൾക്കും അറിഞ്ഞിരിക്കണം. അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു കൊടുക്കുക, ഇത്രയൊക്കെയാണ് അച്ഛനും അമ്മയ്ക്കും വരുമാനം ഉള്ളത്, അത് വെച്ച് വേണം നമ്മൾ ജീവിക്കാൻ. അവർ ചിലപ്പോൾ നമ്മുടെ അടുത്ത് വാശി കാണിക്കും, പല കാര്യങ്ങളും വേണമെന്ന് വാശി പിടിക്കും. എനിക്ക് അത് തന്നെ വേണം, എനിക്ക് 15,000 രൂപയുടെ ഫോൺ വേണം, അല്ലെങ്കിൽ എനിക്ക് 25,000 രൂപയുടെ ഫോൺ കിട്ടിയേ പറ്റൂ, അല്ലെങ്കിൽ എനിക്ക് ബൈക്ക് വേണം, സൈക്കിൾ വേണം, എനിക്ക് 6,000 രൂപയുടെ ഡ്രസ്സ് വേണം. ഇങ്ങനെയൊക്കെ വാശി പിടിക്കുന്ന കുട്ടികൾ ഉണ്ടാവാം. പക്ഷെ അവരോട് നമ്മൾ സ്നേഹപൂർവ്വം പറഞ്ഞു കൊടുക്കുക. കാരണം കുട്ടികൾക്ക് പണത്തിന്റെ മൂല്യം അറിയില്ലായിരിക്കണം ഈ പ്രായത്തിൽ. പക്ഷെ നമ്മൾ സ്നേഹപൂർവ്വം കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുക. നമ്മുടെ കുട്ടി അമിതമായിട്ട് വാശി കാണിച്ചാൽ അതിനൊരു പരിഹാരം നമ്മൾ തന്നെ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. കാരണം ഇപ്പോൾ കുട്ടികളുടെ ഒരു ട്രെൻഡ് തന്നെയാണ്. എന്തെങ്കിലും പറഞ്ഞാൽ ഓടിപ്പോയിട്ട് സൂയിസൈഡ് ചെയ്തൊരു പ്രവണതയാണ് കാണുന്നത്. കാരണം ഒരുപാട് വാർത്തകൾ കേൾക്കുന്നുണ്ടല്ലോ ഈ അടുത്ത കാലത്ത് തന്നെ. തിരുവനന്തപുരത്താകുമ്പോൾ
കുട്ടിയോട് പറഞ്ഞു അവരുടെ വാട്സപ്പിൽ, അവരുടെ മൊബൈൽ ഫോണിൽ വാട്സപ്പ് അൺഇൻസ്റ്റാൾ ചെയ്യാൻ അവരുടെ അമ്മ പറഞ്ഞു. അത് മാത്രമേ ഉള്ളൂ, വാട്സപ്പ് അൺഇൻസ്റ്റാൾ ചെയ്യാൻ പറഞ്ഞു. അത് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല, ഓടിപ്പോയി സൂയിസൈഡ് ചെയ്തു. എന്തൊരു കഷ്ടമാണല്ലേ നമ്മുടെ കുട്ടികൾ. ഈ പുതിയ തലമുറയുടെ പ്രത്യേകതയാണ്. അച്ഛനും അമ്മയും എന്ത് പറഞ്ഞാലും അവർക്കൊന്നും മനസ്സിലേക്ക് കയറില്ല, അവരെ കുറ്റപ്പെടുത്തുന്നതായിട്ട് മാത്രമാണ് തോന്നുന്നത്. അപ്പൊ ഈ നമ്മുടെ കുട്ടികൾ ഇതൊക്കെ അറിഞ്ഞ് നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ അറിഞ്ഞു തന്നെ വളരണം. ചെറിയ പ്രായം മുതൽ അവരെ ഇങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കുക. ഒരു 5 വയസ്സ് വരെ അവരെ രാജകുമാരനും രാജകുമാരിയുമായി വളർത്തിക്കൊണ്ട് വരിക. അതിനുശേഷം നമ്മുടെ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും അവരെ അറിയിച്ച് തന്നെ വളർത്തണം. അങ്ങനെയാണ് പണ്ടുള്ള ആളുകൾ പറയുക. ആ രീതിയിൽ വളർന്നു വരുന്ന കുട്ടി ഒരിക്കൽ പോലും ഇതുപോലെ അനാവശ്യമായ വാശിയോ ഒന്ന് കാണിക്കാൻ വേണ്ടി നിൽക്കുക. അവർ നമ്മൾ പറയുന്നതൊക്കെ അനുസരിച്ച് അതനുസരിച്ച് തന്നെയായിരിക്കും ജീവിക്കുക. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് കുട്ടികളുടെ മൊബൈൽ ഫോണിന്റെ ഉപയോഗം. ഇപ്പൊ നമ്മുടെ ബഹുമാനപ്പെട്ട അച്ഛൻ പറഞ്ഞു, മിസ്റ്റർ പറഞ്ഞതുപോലെ മൊബൈൽ ഫോൺ പല കുട്ടികളുടെ സ്വന്തമായിട്ടുണ്ട്. അന്ന് ആ ഒരു കോവിഡ് കാലഘട്ടത്തിൽ അത് അനിവാര്യമായിരുന്നു. പലതരത്തിലുള്ള ക്ലാസ്സുകളും ഓൺലൈൻ ക്ലാസ്സുകളൊക്കെ ഉള്ള സമയത്ത് ഇതൊക്കെയായിരുന്നു. പക്ഷെ ഇന്നിപ്പോൾ ഓൺലൈൻ ക്ലാസ്സുകൾ ഇല്ലെങ്കിൽ പോലും കുട്ടികൾ അതിന്റെ ഹാബാവിലൊന്നും മുക്തരായിട്ടില്ല. ഇപ്പോഴും മൊബൈൽ ഫോൺ വേണം. സ്കൂൾ വിട്ട് ചെന്നാൽ ഓടിച്ചെന്ന് റൂമിലേക്ക് കയറുന്നു, മൊബൈൽ എടുക്കുന്നു, റൂം ക്ലോസ് ചെയ്യും. അതിനകത്ത് എപ്പോഴോ അത് ഇറങ്ങി കിടക്കും. ചായ കുടിക്കാൻ പോലും സമയമില്ല. കാരണം ഇത് ഒരു തരത്തിലുള്ള ലഹരി തന്നെയാണ് കുട്ടികൾക്ക്. ഡിജിറ്റൽ ഡ്രഗ് ഈ മൊബൈൽ ഫോൺ എന്ന് പറയുന്നത് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് ഒരു തരത്തിലുള്ള ഡിജിറ്റൽ ഡ്രഗ് തന്നെയാണ്. ഈ ഡ്രഗിന് അടിമപ്പെട്ടാലും അതേ അവസ്ഥ തന്നെയാണ്. മറ്റു ലഹരി ഉപയോഗിക്കുന്ന പോലെ തന്നെയാണ്, ഒരുപക്ഷെ അതിലും ഭീകരമാണ്. കാരണം നമ്മുടെ കുട്ടികളുടെ പ്രായം എന്ന് പറയുന്നത് നമുക്കറിയാം, ഈ പ്രായത്തിൽ വളർന്ന പ്രായമാണ്. അവരുടെ ബ്രെയിൻ ഡെവലപ്മെന്റ് പൂർണ്ണമായും സംഭവിച്ചിട്ടില്ല. പല കാര്യങ്ങളും അവർ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ മൊബൈൽ ഫോൺ ആയാലും മറ്റേത് തരത്തിലുള്ള ഡിജിറ്റൽ ഉപകരണങ്ങളായാലും അമിതമായി ഉപയോഗിച്ചു കഴിഞ്ഞാൽ അവരുടെ ബ്രെയിൻ ഡെവലപ്മെന്റിനെ ബാധിക്കും. മാത്രമല്ല അവർക്ക് ബുദ്ധി പല രീതിയിലുള്ള വൈകല്യങ്ങൾ ഉണ്ടാവാം. അതുപോലെ തന്നെ അവർക്ക് ഓർമ്മക്കുറവ്, കണ്ണിന്റെ പ്രശ്നം, നാഡീഞരമ്പുകളുടെ പ്രശ്നങ്ങൾ, അതുപോലെ പല പല പ്രശ്നങ്ങൾ, മാനസികമായ പ്രശ്നങ്ങൾ വരെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമുക്കിത് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, കുട്ടികളിപ്പോൾ ചിലപ്പോൾ 2 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന കുട്ടികളായിരിക്കാം. ഒരു ദിവസം നമ്മൾ അവരെ വഴക്ക് പറഞ്ഞ് പെട്ടെന്ന് നമ്മളെ മേടിച്ച് വെച്ചുകൊണ്ട് വിചാരിക്കുക. അത് നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, വളരെയധികം നെഗറ്റീവായ എഫക്റ്റായിരിക്കും ഉണ്ടാകുന്നത്. അതുകൊണ്ട് ചെയ്യേണ്ടത് ഇതിന്റെ ഉപയോഗ സമയം കുറച്ച് കൊണ്ടുവരിക. അതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു ദിവസം 2 മണിക്കൂർ ഗെയിം കളിച്ചു, അടുത്ത ദിവസം 2-3 ദിവസം കഴിയുമ്പോൾ അതിന്റെ സമയം 1 മണിക്കൂറാക്കി ചുരുക്കുക, വീണ്ടും ചുരുക്കുക. അത് ആവശ്യമുള്ള കാര്യങ്ങൾക്ക് മാത്രം മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ അവരെ ശീലിപ്പിക്കുക. കാരണം കൊച്ചുകുട്ടികളാണ്, അവർക്കിത് ഉപയോഗിക്കേണ്ട ആവശ്യം പോലുമില്ല. എങ്കിൽ പോലും ഇന്നത്തെ കാലഘട്ടമാണ് ഈ പറഞ്ഞ AI യുഗത്തിൽ ജനിച്ചു വീട് വളർന്ന കുഞ്ഞുങ്ങളാണ്. അവരോട് ഉപയോഗിക്കരുതെന്ന് പറയാൻ നമുക്ക് സാധിക്കില്ല. കാരണം അതവര് അവരുടെ ജീവിതത്തിന്റെ ഭാഗം തന്നെയായി. എങ്കിൽ പോലും അതിന്റെ ഉപയോഗം ആവശ്യത്തിന് മാത്രമായി ചുരുക്കാൻ നമുക്ക് സാധിക്കും. പല കുട്ടികളും പഠിക്കുന്ന അച്ഛനും അമ്മയുടെയും ഭാഗത്ത് ഉപയോഗിക്കും, അതന്നെയാണ് ചെയ്യുന്നത്. അതുപോലെ പല കുട്ടികൾക്കും പല പല അക്കൗണ്ടുകൾ ഉണ്ടാവും അല്ലെ, വാട്സാപ്പിലോ ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ ഒക്കെ അക്കൗണ്ടുകളൊക്കെ സ്വന്തമായിട്ടുണ്ടാവും. ഇതൊക്കെ വലിയൊരു ചതിക്കുഴിയാണെന്ന് കുട്ടിയെ പറഞ്ഞു ബോധ്യപ്പെടുത്തുക. കാരണം ഇതുപോലെ പല പ്ലാറ്റ്ഫോമുകളും ഉണ്ട്. പല ആളുകളും ഇവർക്ക് പ്രൊഫൈൽ പിക്ചർ കണ്ടിട്ടായിരിക്കും പല ആളുകളോട് അവർ ഇഷ്ടപ്പെടുന്നതോ അതല്ലെങ്കിൽ മെസ്സേജ് അയക്കുന്നതോ. ഇവർക്ക് റിക്വസ്റ്റ് കൊടുക്കാൻ ഉടനെ തന്നെ അത് അക്സെപ്റ്റ് ചെയ്യുക. ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളുമുണ്ട്. കുട്ടി നോക്കുമ്പോൾ അവരത് സുന്ദരനായ ഒരു ചേട്ടനാണ് പ്രബന്ധിച്ച്, അല്ലെങ്കിൽ ഒരു സുന്ദരിയായ ഒരു പെൺകുട്ടിയാണ്, കൊള്ളാമല്ലോ എന്ന് വിചാരിച്ചാൽ തിരിച്ചും ഹായ് പറയും. ഇവരവിടെ ഇരിക്കുന്ന ആൾ ആരാണെന്ന് പോലും അവർക്കറിയില്ല. അതൊരു പക്ഷേ ഫേക്ക് ഐഡിയ ആയിരിക്കും. ഇവരെ ചതിക്കാൻ വേണ്ടി ഒരുപാട് ആളുകൾ ഇങ്ങനെ ചെയ്യുന്നുണ്ട്. വാർത്തകൾ കേൾക്കുന്നില്ലേ? ചില ദിവസങ്ങളിൽ രാവിലെ എവിടെയെങ്കിലും പോലീസ് സ്റ്റേഷനിൽ നമ്മുടെ വീട്ടിലേക്ക് ഒരു കോൾ വരും. അപ്പോഴായിരിക്കും നമ്മൾ എന്റെ കുട്ടി ഞാൻ റൂമിലുണ്ടല്ലോ എന്നായിരിക്കും പറയുന്നത്. ഓടിച്ചെന്ന് നോക്കുമ്പോൾ റൂമിൽ കുട്ടിയില്ല, എവിടെ പോയി? ചിലപ്പോൾ ഒരു പക്ഷേ താഴ്ന്നത്ത് പോലീസായിരിക്കും വിളിക്കുക, അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ഥലത്തെ പോലീസായിരിക്കും നമ്മളെ കോൺടാക്ട് ചെയ്യുന്നത്. നമ്മൾ അറിയുന്നില്ല. നമ്മുടെ കുഞ്ഞുങ്ങൾ ഇതുപോലെ ഇവർ ആരെങ്കിലും കൂട്ടുകൂടി വരും. പല കുട്ടികളെ പ്രലോഭിപ്പിച്ചാണ് ഇവർ നിന്നെ കല്യാണം കഴിക്കുക, അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടമാണ് എന്നൊക്കെ കേട്ടിട്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ അവരുടെ ഒപ്പം ഇറങ്ങി പോവുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇതൊക്കെ ഉപയോഗിക്കുന്നത് വളരെയധികം ശ്രദ്ധിച്ച് വേണം നമ്മൾ ശ്രദ്ധിക്കുക. കാരണം പേരൻസിന്റെ ഫോണാണ് ഉപയോഗിക്കുന്നതെങ്കിൽ പോലും അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ അവർ ഹൈഡ് ചെയ്ത് വെക്കാനുള്ള പ്രത്യേക കഴിവ് നമ്മുടെ കുഞ്ഞുങ്ങൾക്കുണ്ട്. ഒരു പക്ഷെ അവർ നമ്മുടെ അറിവില്ലായ്മയെ ചൂഷണം ചെയ്യുകയാണ് ചെയ്യുന്നത്. കാരണം നമ്മൾ നോക്കുമ്പോൾ ഒരുപക്ഷെ കാൽക്കുലേറ്റർ അതല്ലെങ്കിൽ ഒരു പിക്ചർ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. പക്ഷെ ഇത് ഓപ്പൺ ചെയ്യാൻ പ്രത്യേക പാസ്വേഡുകളും കാര്യങ്ങളും ഉണ്ട്, അവർക്കറിയാം. അത് വെച്ച് ഓപ്പൺ ചെയ്താൽ മാത്രം വിസിബിൾ ആവുകയുള്ളൂ ഇതിനകത്തെ അക്കൗണ്ടുകൾ. അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമോ മേഡം പറഞ്ഞതുപോലെ ഇൻസ്റ്റാഗ്രാമോ ഫേസ്ബുക്കൊക്കെ അതിനുള്ളിലായിരിക്കാം ഒരു പക്ഷെ കൂട്ടി വെച്ചിട്ടുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള
അത്രത്തോളം പരിചയമില്ലാത്തതുകൊണ്ടായിരിക്കാം. അതുകൊണ്ട് തന്നെ നമ്മൾ ശ്രദ്ധിക്കുക, വളരെയധികം ശ്രദ്ധിച്ച് മാത്രം പേരൻസിന്റെ ഫോണാണെങ്കിൽ പോലും കുട്ടികൾക്ക് യൂസ് ചെയ്യാൻ കൊടുക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക. അവരെന്താണ് എടുത്തത്, എന്താണ് കണ്ടത്, എന്താണ് ചെയ്തത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. കാരണം ഈ ഡിജിറ്റൽ ലോകം വലിയ അപകടകാരിയാണ്. അതുകൊണ്ട് ഇക്കാര്യത്തിൽ ഇതുകൂടി ഒന്ന് സൂചിപ്പിക്കുന്നത് മാത്രം. ഇവരുടെ കുട്ടികൾ ഓൺലൈനിൽ സാധനങ്ങൾ വരുത്താറുണ്ടാവും അല്ലേ? പലരും അങ്ങനെ ചെയ്യാറുണ്ട്. ഇപ്പൊ എല്ലാവരും ഓൺലൈൻ ഷോപ്പിംഗ് ആണ്. ആമസോൺ ആയിട്ടും അവിടെയായിട്ടും ഇവിടെയായിട്ടൊക്കെ ഷോപ്പിംഗ് ആണ്. അപ്പൊ നമ്മുടെ കുട്ടികളെ ഒരു പക്ഷേ ഓൺലൈൻ എന്തെങ്കിലുമൊക്കെ ഓർഡർ ചെയ്യാം. പക്ഷെ ഒരു പാക്കറ്റായിട്ടായിട്ട് നമ്മുടെ വീട്ടിലേക്ക് ഇത് ഡെലിവർ ചെയ്യുന്നത്. ആരും ഒന്നും പറയണ്ട, ഒന്ന് വേറെ ഓർത്തിട്ട് വാങ്ങി പോയി. പക്ഷെ അങ്ങനെ ചെയ്യാൻ പാടില്ല. നമ്മുടെ കണ്ണുകളിൽ വെച്ച് ഇത് തുറന്ന് കാണിക്കാൻ നമ്മളോട് ആവശ്യപ്പെടില്ല. കാരണം ഈ ലഹരി വസ്തുക്കൾ പോലും ഇന്ന് ഓൺലൈനായിട്ട് വിൽപ്പന നടത്തുന്ന ഒരു കാലഘട്ടമാണ്. ഇവർക്ക് ഏത് ഐറ്റമാണ് വേണ്ടതെന്ന് ഓർഡർ ഇട്ടാൽ മതി. ആ ഓർഡർ അനുസരിച്ച് നമ്മുടെ വീട്ടിലെത്തിച്ചു തരും. എന്ത് വസ്തുക്കളും, അത് ഉപയോഗിക്കുന്ന സാധനങ്ങളോ ഉപയോഗിക്കും കുട്ടികളാരും ഉണ്ടെന്ന് വിചാരിക്കും. ഉണ്ടെങ്കിൽ ഒന്നും നമ്മൾ പറയാറില്ല. അപ്പൊ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. അങ്ങനെ എന്തെങ്കിലുമൊക്കെ വസ്തുക്കൾ കൊണ്ടുവന്നിട്ട് നമ്മുടെ കുട്ടികൾക്ക് തുറന്ന് കാണിച്ചോട്ടെ, നമ്മളത് കണ്ട ശേഷം മാത്രം അവർ ഉപയോഗിക്കാൻ കൊടുക്കുക. ഇങ്ങനെ പല പതിക്കുഴികളുമാണ് നമ്മൾ കുഞ്ഞുങ്ങളെ കാത്തിരിക്കുന്നത്. പല കുട്ടികളും ചെയ്യുന്ന ഒരു കാര്യമാണ്, കുറച്ച് മുതിർന്ന് കഴിയുമ്പോഴാണ്. ഇതുപോലെ ഒരു കേസ് ഉണ്ടായിട്ടുണ്ട്. ഒരു കുട്ടിയെ കുറച്ച് ഡ്രഗ്സുമായിട്ട് പിടിച്ചു. അവന്റെ വീട്ടിൽ നമ്മൾ റൈഡിൽ ചെന്നപ്പോൾ ആ റൂം പൂട്ടിക്കിടക്കുകയാണ്. ഈ കുട്ടിയുടെ റൂം പൂട്ടിക്കിടക്കുകയാണ്. ഒരു വലിയ വീടാണ്, വളരെ മനോഹരമായ വീട്. അവന്റെ അച്ഛനും അമ്മയ്ക്കൊക്കെ അത്യാവശ്യം നല്ല ജോലിയൊക്കെയുള്ളതാണ്. പക്ഷെ ഈ കുട്ടി കോളേജിൽ പഠിക്കുകയാണ്. ഇവന്റെ റൂം മാത്രം പൂട്ടിക്കിടക്കുന്നു. നമ്മൾ താക്കോൽ വാങ്ങി അവനെ കൊണ്ട് തന്നെ തുറപ്പിച്ചു. തുറന്നത് കണ്ടപ്പോൾ ലോകത്തിലെ ഏറ്റവും വൃത്തിഹീനമായ ഒരു റൂമായിരുന്നു. കാരണം ആരും ഇങ്ങോട്ട് കയറുന്നില്ല. കാരണം അവൻ രാവിലെ കോളേജിൽ പോകാൻ നേരത്ത് റൂം പൂട്ടി താക്കോലുമായിട്ടാണ് പോകുന്നത്. വീട്ടിലെ അച്ഛനും അമ്മയ്ക്കും പോലും ആ റൂമിലേക്ക് പ്രവേശനമില്ല. ചെന്ന് നോക്കിയപ്പോൾ അവൻ ഉപയോഗിച്ച ഡ്രഗ്സിന്റെ അവശിഷ്ടങ്ങളായിട്ടും അതല്ലെങ്കിൽ അവന്റെ ഫുഡ് കഴിച്ചതിന്റെ സാധനങ്ങൾ ബാക്കിയുള്ളതായിട്ടും വളരെ മോശം, ഏറ്റവും വൃത്തിഹീനമായ ഒരു സാഹചര്യമായിരുന്നു ആ ഒരു റൂമിൽ. അപ്പൊ നമ്മുടെ കുഞ്ഞുങ്ങൾ സ്വന്തമായിട്ട് റൂമൊക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് അവരുടെ ഇഷ്ടമാണ്, നിങ്ങളുടെ താല്പര്യമാണ്, ഇത് ചെയ്യുന്നതിന് പറ്റില്ല. പക്ഷെ അവിടെ നമുക്ക് കൂടി ഒരു പ്രവേശനമുള്ള രീതിയിൽ ചെയ്യാൻ പാടുള്ളൂ. ഒരിക്കലും റൂം കൂട്ടി താക്കോൽ കൈവശം വയ്ക്കാനോ മറ്റാരെയും റൂമിലേക്ക് പ്രവേശിപ്പിക്കാതിരിക്കാനോ സമ്മതിക്കരുത്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പോകണം. അവന്റെ അമ്മയോ ആ കുട്ടിയുടെ അമ്മയോ അല്ലെങ്കിൽ ആരെങ്കിലുമോ ആ റൂമിൽ ഇടയ്ക്കൊന്ന് ക്ലീൻ ചെയ്യാൻ കയറിയിരുന്നെങ്കിൽ ഒരു വിഷയം ഇത്രത്തോളം വഷളായി പോകുന്നില്ലായിരുന്നു. അവരെ കണ്ടുപിടിക്കുകയും ചെയ്യുമായിരുന്നു ഇതുപോലെ ഡ്രഗ്സ് ഉപയോഗിക്കുന്നുണ്ടെന്നുള്ള കാര്യം. ഇതൊന്നും ആരും ശ്രദ്ധിച്ചില്ല. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഏറ്റവും എടുക്കൽ, കണ്ടാൽ ഏറ്റവും എടുക്കലാണ്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, അവർ ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ കുടുംബത്തിന് ഇതുപോലെയുള്ള കുട്ടികൾ ഉണ്ടാകാതിരിക്കാൻ നമ്മൾ വളരെ ശ്രദ്ധിക്കണം. അതുപോലെ കുട്ടികളെ സംബന്ധിച്ച് ഏത് തരത്തിലുള്ള വസ്തുക്കളും അവർ ഡ്രഗ്സ് ആയിട്ട് യൂസ് ചെയ്യും. കാരണം പല രീതിയിലുള്ള വസ്തുക്കൾ അവരുടെ കയ്യിൽ ഒരുപാട് പണമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അവർക്ക് കിട്ടുന്ന അവൈലബിൾ ആയ സാധനങ്ങൾ അവർ ഡ്രഗ്സ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സാഹചര്യമാണ്. ഇപ്പൊ കുട്ടികളൊക്കെ ഇരിക്കുന്നതുകൊണ്ടിരിക്കണം പറയാനും പറ്റും. ഓപ്പണായിട്ട് പറയുന്നതിൽ വലിയധികം പരിമിതികളുണ്ട്. കാരണം പാരൻസ് മാത്രമുള്ള ഒരു സംസാരത്തിൽ കുറച്ചധികം കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു. നമ്മൾ ശ്രദ്ധിക്കുക. നമ്മുടെ കുഞ്ഞുങ്ങളുടെ സ്വഭാവത്തിൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുന്നുണ്ടെങ്കിൽ, നന്നായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടി പെട്ടെന്ന് പഠനത്തിൽ പിന്നോക്കം പോകുന്നു, അതല്ലെങ്കിൽ അവന് കൂട്ടുകാരുമായിട്ട് ഒരു ബന്ധമില്ല, അവനേക്കാൾ മുതിർന്ന പ്രായത്തിലുള്ള അല്ലെങ്കിൽ അവനേക്കാൾ മുതിർന്ന കൂട്ടുകാരികളുമായിട്ട് അല്ലെങ്കിൽ കൂട്ടുകാരന്മാരുമായിട്ടാണ് കൂടുതൽ സമ്പർക്കം. ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ശ്രദ്ധിക്കണം. എൻ്റെ കുട്ടിയുടെ സ്വഭാവത്തിൽ എന്താണ് മാറ്റമുണ്ടായത് എന്ന് നമ്മൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. കുട്ടികൾ സ്കൂളിൽ വിട്ട് വന്നാൽ നിങ്ങളോട് വിശേഷങ്ങൾ പറയാറുണ്ടോ? ചോദിക്കാറുണ്ട്. പറയാറുണ്ടോ? അവിടെ ഉണ്ട്. കുറച്ച് പേരുടെ പറയുന്നുണ്ട്, പറയാറുണ്ട്. പക്ഷെ ഒരു പ്രായം കഴിഞ്ഞാൽ കുട്ടികളെ നമ്മളുമായിട്ടുള്ള ഗ്യാപ്പൊക്കെ വലുതാവുകയാണ് അല്ലേ? പേരൻസുമായിട്ട് കുറച്ച് വലിയ ഗ്യാപ്പാണ് ഉണ്ടാവുക. പിന്നെ അവർക്കൊന്നും ചോദിക്കേണ്ട, ഒന്നും പറയണ്ട. അവർക്ക് എല്ലാം അവരുടെ സുഹൃത്തുക്കളാണ്. ഇങ്ങനെയൊരു കാലഘട്ടത്തിലേക്ക് പോവുകയാണ് കുട്ടികൾ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ കുട്ടികളെ ഉറപ്പായിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ വിശേഷങ്ങൾ ചോദിക്കുക. അതിന് പ്രത്യേകിച്ച് സമയം കണ്ടെത്തേണ്ട. നമ്മൾ വർക്ക് എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയത്തൊക്കെയാണെങ്കിൽ പോലും അവരുടെ കാര്യങ്ങൾ ചോദിക്കുക, പറയുക. കാരണം നമ്മുടെ കുഞ്ഞുങ്ങളും നമ്മളുമായിട്ട് ഒരു നല്ലൊരു സൗഹൃദമാണ് ഉണ്ടാക്കിയെടുക്കേണ്ടത്. അന്ന് വീട്ടിൽ പഠിപ്പിക്കുന്ന പേരൻസിനോട് ഒരു കുട്ടിയും അവരുടെ വിഷമങ്ങൾ പറയുമോ? പറയാൻ മടിയാണ്. കാരണം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ നമ്മൾ സ്നേഹത്തോടെ നിന്നാൽ വലിയധികം ഉപകാരമാണ് ഉണ്ടാവുക. കാരണം ആ കുഞ്ഞുങ്ങൾക്ക് തോന്നും, എനിക്കൊരു പ്രശ്നമുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്റെ വിഷമം കേൾക്കാൻ എന്റെ അച്ഛനും അമ്മയും ഉണ്ട്, എനിക്ക് താങ്ങും കടലുമായി എന്റെ അച്ഛനും അമ്മയും ഉണ്ട് എന്നുള്ള ഒരു
വിശ്വാസം, ആ വാക്കാണ് ഏറ്റവും വലുത്. ആ വിശ്വാസം ഉണ്ടെങ്കിൽ കുട്ടികൾ ഒരിക്കൽ പോലും മറ്റു തെറ്റുകളിലേക്ക് പോകില്ല. അഥവാ അവർ എങ്ങനെ എന്തെങ്കിലുമൊക്കെ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളോട് തുറന്നു പറയുകയും ചെയ്യും. അപ്പൊ നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ അത്രത്തോളം ഒരു ഫ്രണ്ട്സായിട്ട് കാണുക, പല കാര്യങ്ങളും തുറന്ന് സംസാരിക്കുക, ദിവസവും സംസാരിക്കുക. അതുപോലെ അവർ സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ ഒന്ന് കെട്ടിപ്പിടിക്കാറുണ്ടോ? കൊച്ചു കുട്ടികളാണ് കെട്ടിപ്പിടിക്കും. കുറച്ചുകൂടെ മുഴുവൻ കഴിയുമ്പോൾ എന്റെ ചേട്ടനാ, എന്റെ ചേച്ചിയാ എന്നൊക്കെ പറഞ്ഞ് അവർക്കും പഠിക്കും, നമുക്കും പഠിക്കുന്നേ. പക്ഷെ അങ്ങനെയല്ല, അവരെത്ര വലുതായാലും നമ്മുടെ കുഞ്ഞുങ്ങൾ തന്നെയല്ലേ. അവരെ ഒന്ന് ചേർത്ത് പിടിക്കുക. ഇങ്ങനെ ചേർത്ത് പിടിക്കുന്നതിലൂടെ പല ഗുണങ്ങളുണ്ട്. ആ ഒരു സ്നേഹബന്ധമുണ്ട്. ഓക്കെ, അതുകൂടാതെ നമ്മുടെ കുഞ്ഞ് രാവിലെ വീട്ടിൽ നിന്ന് പോയ ശേഷം സ്കൂളിൽ തിരിച്ചു വരുന്നത് വരെ ആ സമയത്ത് ഏതെങ്കിലും തരത്തിലുള്ള ഡ്രഗ്സോ മദ്യമോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആ സ്മെല്ല് പിടികിട്ടും, ഇല്ലേ? ഒന്ന് ചേർത്ത് പിടിക്കുമ്പോൾ തീർച്ചയായിട്ടും അവർ സിഗരറ്റ് വലിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാൻ പറ്റും. ഒരു പെൺകുട്ടിയാണെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഡ്രഗ്സ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും. അപ്പൊ നമ്മളൊക്കെ ചേർത്ത് പിടിക്കുക, ഇത് എല്ലാ ദിവസവും ചെയ്യുക. അപ്പൊ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. മാത്രമല്ല, അവരുടെ ഡ്രസ്സൊക്കെ യൂണിഫോമൊക്കെ ആണെങ്കിലും വാഷ് ചെയ്യാൻ ഇടുമ്പോൾ അതൊന്ന് സ്മെല്ല് ചെയ്ത് പോകുക. അമ്മമാരൊക്കെ ഇത് വാഷ് ചെയ്യാൻ ഇടുമ്പോൾ അതൊന്ന് സ്മെല്ല് ചെയ്ത് പോകുക. അതിലെന്തെങ്കിലും അസ്വാഭാവികമായ ബന്ധമുണ്ടോ എന്ന് ഒന്ന് നമുക്ക് നോക്കുക. കാരണം ഏതെങ്കിലും തരത്തിലുള്ള ഡ്രഗ്സ്, അത് മാത്രമല്ല അതിന്റെ പോക്കറ്റിലൊക്കെ ആണെങ്കിലും ഒന്ന് ജസ്റ്റ് ഒന്ന് പരിശോധിക്കുക. കുട്ടിയുടെ ഇൻസ്ട്രുമെന്റ് ബോക്സ്, നോട്ട് ബാഗുകൾ, അതുപോലെ യൂണിഫോമിന്റെ പോക്കറ്റ്, ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക. ഇതിലൊക്കെ ഇവർ ഉപയോഗിച്ച ഡ്രഗ്സിന്റെ അവശിഷ്ടങ്ങൾ ഒരു പക്ഷേ കണ്ടേക്കാം. നമുക്ക് പെട്ടെന്ന് കണ്ടാൽ മനസ്സിലാവില്ലെങ്കിൽ പോലും ഡ്രഗ്സിന്റെ പേര് പറയാനും പറ്റുന്നില്ല. ഇതുപോലുള്ള പല സാധനങ്ങളുണ്ടാവും. നമുക്ക് പരിചയമില്ലാത്ത എന്തെങ്കിലും വസ്തുക്കൾ കണ്ടാൽ നമ്മളത് മനസ്സിലാക്കുക. എന്തോ ഉണ്ട്, പക്ഷെ നമ്മൾ ചോദിച്ച ഒരു പക്ഷെ അവർ പറയില്ല. നമ്മൾ നേരിട്ട് ചോദിച്ച ഒരു കുട്ടിയും പറയില്ല ഞാൻ ഡ്രഗ്സ് ഉപയോഗിച്ചത്. അപ്പൊ നമ്മൾ പല ദിവസങ്ങളിലായി നിരീക്ഷിക്കുക. ഇങ്ങനെ നിരീക്ഷിച്ച് കഴിയുമ്പോൾ എന്റെ കുട്ടി ഏതെങ്കിലും തരത്തിലുള്ള ഡ്രഗ്സ് അല്ലെങ്കിൽ മദ്യം എന്തെങ്കിലും ഉപയോഗിക്കുന്നു എന്ന് ബോധ്യമായി കഴിഞ്ഞാൽ അത് ഒളിച്ചു വയ്ക്കാതിരിക്കുക. അതായത് പരസ്യമായിട്ട് പറയണമെന്നല്ല അർത്ഥം, അത് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യുക. അല്ലെങ്കിൽ അവരുടെ ക്ലാസ് ടീച്ചറോ എന്തെങ്കിലും വിവരം അറിയിക്കുക. അതല്ലെങ്കിൽ അവർക്ക് കൗൺസിലിങ്ങോ നല്ല ഡോക്ടർമാരെയോ കൊണ്ടുപോയി കാണിച്ച് തീർച്ചയായും കൗൺസിലിങ്ങിലൂടെ പ്രൈമറി സ്റ്റേജ് ആണെങ്കിൽ തീർച്ചയായിട്ടും സാധിക്കും. നമുക്ക് കൗൺസിലിങ്ങിലൂടെ അവരെ പഴയ രീതിയിൽ മെഡിക്കലുമാക്കി എടുക്കാൻ സാധിക്കും. ഒരുപാട് കുട്ടികൾ അങ്ങനെ രക്ഷപ്പെട്ടിട്ടുണ്ട്. നമുക്കതിനുള്ള സൗകര്യം നമ്മുടെ സർക്കാർ ചെയ്തു വരുന്നത് ഇവിടെ പാല ബനാറസ് ഹോസ്പിറ്റലിന്റെ ഡി അഡിക്ഷൻ സെന്റർ ഉണ്ട്. ഡി അഡിക്ഷൻ സെന്ററിൽ അവിടെ ഒരു രൂപ പോലും മുടക്കില്ല. ഇതുപോലെ ഏതെങ്കിലും രീതിയിൽ പ്രശ്നങ്ങളായിട്ട് വരുന്ന കുട്ടികളോ മുതിർന്നവരോ അഡിക്ഷനായിട്ട് വരുന്നവർ ആരായാലും അവരെ ചികിത്സിച്ച് പറയുന്ന പരിഗണന കാര്യങ്ങളില്ല. അവർക്ക് കുറച്ച് മെഡിറ്റേഷൻ, അതല്ലെങ്കിൽ കൗൺസിലിങ്, നല്ല നല്ല ക്ലാസ്സുകൾ, അത്യാവശ്യമെങ്കിൽ മാത്രം കുറച്ച് മരുന്ന്, ആ രീതിയിലാണ് അവിടുത്തെ ട്രീറ്റ്മെന്റ്. ഈ ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് വരുമ്പോൾ കുട്ടികളൊക്കെ നല്ല മിടുക്കന്മാരും മിടുക്കികളുമായിട്ട് വരുന്നു. ഒരുപാട് മുതിർന്ന ആൾക്കാർ പഴയ രീതിയിലായി അവരുടെ കുടുംബ സന്തോഷമൊന്നും നോക്കുന്നു. ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതുപോലുള്ള ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ആളുകളുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ കുട്ടിക്ക് ഇങ്ങനെ പ്രശ്നമുണ്ടെന്ന് തോന്നിയാൽ ഇത് പറയാൻ മടിക്കരുത്. നമ്മൾ ഒളിച്ചു വെച്ച് ആരെങ്കിലും അറിഞ്ഞാൽ എന്ത് വിചാരിക്കും എന്ന് വിചാരിച്ച് നമ്മളായിട്ടത് ഒളിച്ചു വെച്ച് വഷളാക്കാൻ പോകരുത്. കാരണം അത് നമ്മുടെ കൈവിട്ട് പോയ ശേഷം നമ്മൾ എത്ര ശ്രമിച്ചിട്ട് തിരിച്ചു പിടിക്കാൻ സാധിക്കില്ല. കാരണം കുഞ്ഞ് വളരെ ജസ്റ്റ് തുടങ്ങിയിട്ടുണ്ടാവുള്ളൂ ഡ്രഗ്സ് ഉപയോഗിക്കാൻ. ഈ ഒരു സ്റ്റേജാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അവരെ ഒന്നിനെ പിന്തിരിപ്പിക്കാൻ സാധിക്കും. അതിന്റെ ദൂഷ്യഫലങ്ങൾ നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അത് നമുക്ക് തീർച്ചയായിട്ടും സാധിക്കും. ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മുടെ പേരൻസ് തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം. കാരണം എന്റെ കുഞ്ഞ് എങ്ങനെയാണ്, ഏത് രീതിയിലാണ് പോയിട്ട് തിരിച്ചു വരുന്നത് നമുക്കറിയില്ല. ഈ ഒരു കാലഘട്ടത്തിൽ അവരുടെ സുഹൃത്തുക്കളായിരിക്കില്ല. അവർ വൈകുന്നേരം വന്ന ശേഷം എവിടെയെങ്കിലൊക്കെ കളിക്കാനൊക്കെ പോകും. ഗ്രൗണ്ടുകളിലോ കുളക്കടകളിലോ എവിടെയൊക്കെ പോയിരിക്കാനുണ്ടാവും. അവിടെയൊക്കെ നിങ്ങൾ പേരൻസ് അവരോട് പറയുക പോലും ചെയ്യാതെ ജസ്റ്റ് ഒരു സർപ്രൈസ് ആയിട്ട് വിസിറ്റ് നടത്തണം. ഒന്നും അറിയില്ല, ജസ്റ്റ് അവരൊന്ന് പോയാൽ മതി. അപ്പൊ അറിയാൻ പറ്റും ആ കുട്ടികളുടെ അടുത്ത് ഒരുന്ന ആളുകൾ വരുന്നുണ്ടോ, അതല്ലെങ്കിൽ അവരവിടെ എന്ത് ചെയ്യുകയാണ്, കളിക്കുക തന്നെയാണോ, അത് മറ്റേതെങ്കിലും തരത്തിലുള്ള ഡ്രഗ്സോ എന്തെങ്കിലും ഉപയോഗിക്കുന്നുണ്ടോ, ഇതൊക്കെ നമുക്ക് അറിയാൻ സാധിക്കും. അപ്പൊ നമുക്കൊരു പരിധി വരെ ഇതിനൊക്കെ പറയാൻ പറ്റും. അതുപോലെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് സ്കൂളുകളിൽ എന്തെങ്കിലും ആക്ടിവിറ്റീസ്, എന്തെങ്കിലും പ്രോഗ്രാം ഒക്കെ വരുമ്പോൾ, ആർട്സോ സ്പോർട്സോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും ഏതെങ്കിലും ഓരോ ഐറ്റത്തിലെങ്കിലും നിർബന്ധമായിട്ട് ആ കുട്ടിയെ പങ്കെടുപ്പിക്കുക. ചില കുട്ടികൾക്കൊന്നും ഒന്നിനും പങ്കെടുക്കാൻ താല്പര്യമില്ലായിരിക്കും. എങ്കിൽ പോലും പഠനം മാത്രമായിരിക്കും അവർക്ക് പണി. എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളും ഉണ്ടാവും. ഓരോ പരിപാടിക്ക് താല്പര്യമില്ല. അങ്ങനെയൊക്കെയുള്ള കുട്ടികൾ തീർച്ചയായിട്ടും മിനിമം ഓരോ ഐറ്റത്തിലെങ്കിലും പങ്കെടുപ്പിക്കണം. കാരണം അവർക്ക് താല്പര്യമില്ലാതെ അവർ പങ്കെടുത്താൽ എന്ത് സംഭവിക്കും? ജയിക്കുമ്പോൾ തോറ്റുപോകും. ഒരു സംശയം
രക്ഷയില്ല, അവർ നോക്കണം. കാരണം അവരിങ്ങനെ തോറ്റ് വേണം ജയിക്കാൻ. അവരുടെ ജീവിതത്തിൽ പെട്ടെന്ന് ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് അതിന് പകരം പോകില്ല. അങ്ങനെയുള്ള കുട്ടികളാണ് ഒരു നിസ്സാര കാര്യത്തിന് ഇപ്പൊ എത്രയോ വലിയ ഡോക്ടർമാരൊക്കെ ഡോക്ടറൊക്കെ ആണോ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളാണ് നിസ്സാരമായ ഒരു കാര്യത്തിന് മാനസികമായ ഒരു സമ്മർദ്ദം താങ്ങാൻ സാധിക്കാതെ വരുമ്പോൾ ആത്മഹത്യ ചെയ്യുന്നത്. അത്രത്തോളം വിദ്യാഭ്യാസമുണ്ട്, അറിവുണ്ട്, കഴിവുണ്ട്. പക്ഷെ ഒരു ചെറിയ പ്രശ്നം വന്നപ്പോൾ അവർ തകർന്നു പോയി. എന്താ കാര്യം? എന്നും ജയിച്ച് ക്ലാസ്സിൽ ഫസ്റ്റ് മാത്രം വാങ്ങി ജീവിച്ചവരാണ്. അങ്ങനെ വരുന്ന കുട്ടികൾക്ക് ഒരു തോന്നിയ ഭയമാണ്. ആ ഒരു ഭയം ഒഴിവാക്കാൻ ചെറിയ പ്രായം മുതൽ അവർ പല കാര്യങ്ങളിലും ചെറിയ രീതിയിൽ തോൽവികൾ അവർ അറിഞ്ഞു വേണം വളരാൻ. എപ്പോഴും ജയിച്ചാൽ മാത്രം പോരാ, ജീവിതത്തിൽ തോൽവിയുമുണ്ട്, അത് ജീവിതത്തിന്റെ ഒരു ഭാഗമാണ് എന്നവർ മനസ്സിലാക്കണം. അതുകൊണ്ട് തീർച്ചയായിട്ടും അധ്യാപകരായാലും പേരൻസ് ആയാലും ഏതെങ്കിലും ഒരു ഐറ്റത്തിൽ നിർബന്ധമായിട്ടും പങ്കെടുപ്പിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ അവർക്ക് താല്പര്യമുള്ള മേഖലകൾ ഉണ്ടാവും. എപ്പോഴും പറഞ്ഞതല്ലോ, ഒരു എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്. അത് മാത്രമല്ല, ചിലർക്ക് പല അഭിരുചികളായിരിക്കും. ചിലർക്ക് പാട്ട് പാടാനായിരിക്കും, ചിലർക്ക് പടം വരയ്ക്കാനായിരിക്കും, ചിലർക്ക് സ്പോർട്സിലായിരിക്കാം, ചിലർക്ക് എന്തെങ്കിലും മാർഷ്യൽ ആർട്സ് പഠിക്കാനായിരിക്കാം, ചിലർക്ക് മാജിക്ക് പഠിക്കാനാവാം, ചിലർക്ക് വീഡിയോ പഠിക്കാനാവാം. ഇങ്ങനെയൊക്കെ പല താല്പര്യങ്ങളുള്ള കുട്ടികളുണ്ട്. അപ്പം നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന ഫീസ് കൊടുത്ത് അങ്ങനെയൊക്കെ പഠിക്കാനായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പഠിക്കാൻ വരിക. കാരണം പഠന സമയം കഴിഞ്ഞുള്ള സമയം അവർ കുട്ടികൾ ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കും. കാരണം എപ്പോഴും ട്യൂഷനായിരിക്കും അല്ലേ, പഠന സമയം കഴിഞ്ഞ് ബാക്കി സമയം ട്യൂഷനുള്ള സമയമാണ്. അതേ സമയം ഒന്നും എങ്കിൽ പോലും അവരുടെ അഭിരുചി തിരിച്ചറിഞ്ഞ് ഇതുപോലുള്ള ചെറിയ കാര്യങ്ങൾക്ക് വിടുകയാണെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അതായിരിക്കാം ഒരു ലഹരി. ചിലർക്ക് പാട്ടിനോടായിരിക്കാം ലഹരി, നമുക്ക് ചിലർക്ക് ഡാൻസ് ഭയങ്കര ലഹരിയായിരിക്കാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ചെറിയ കാര്യങ്ങൾക്കാണെങ്കിൽ പോലും നിസ്സാരമാകുന്ന രോഗത്തിലെങ്കിൽ പോലും അത് അത്രയും നിസ്സാരമല്ല. നമ്മുടെ കുട്ടികളുടെ ജീവിതത്തിൽ ഒരു വലിയ പോസിറ്റീവായിട്ടുള്ള എനർജിയാണ് കൊടുക്കുന്നത്. പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ്. ഇപ്പം ബൈബിളിന്റെ കാര്യമാണെങ്കിലും പറഞ്ഞു വരുന്നത് കുറച്ച് പുതിയ റീസെന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൂടെ പറയട്ടെ. നമ്മുടെ കുട്ടികളെ പാർട്ടികൾക്കൊക്കെ അയക്കാറുണ്ടോ? പാർട്ടി എന്ന് പറഞ്ഞാൽ നൈറ്റില് ഇതുപോലുള്ള എന്തെങ്കിലുമൊക്കെ കല്യാണത്തിനുള്ള പാർട്ടിയോ അതല്ലെങ്കിൽ ഒരു ഹൗസ് വാമിങ്ങിനൊക്കെ പാർട്ടി ഉണ്ടാവാം, അതല്ലെങ്കിൽ ബർത്ത്ഡേ സെലിബ്രേഷൻ ഉണ്ടാവാം. ഇത്തരം പാർട്ടികളൊക്കെ നമ്മുടെ കുട്ടികൾ ചോദിച്ച് പോകാറുണ്ടല്ലേ? ഇപ്പൊ നമ്മുടെ നാട്ടിലൊന്നും ഇല്ലെന്ന് വിചാരിക്കും, പക്ഷെ ഉണ്ട്, എല്ലായിടത്തും ഉണ്ട്. ചെറിയ രീതിയിലാണെങ്കിൽ പോലും പാർട്ടികളുണ്ട്. ഇങ്ങനെയുള്ള പാർട്ടികളിലൊക്കെ പോകുന്ന സമയത്ത് ഇപ്പോൾ കൊച്ചുകുട്ടികളാണ്, കുറച്ചുകൂടെ കഴിയുമ്പോൾ അവർ നമ്മൾ സ്കൂളിൽ നിന്നൊക്കെ പഠിച്ച് വെളിയിൽ ഇറങ്ങി ഉപരിപഠനത്തിനായി പോകുന്ന സമയത്താണെങ്കിൽ പോലും ഇത്തരം പാർട്ടികളിലൊക്കെ പോകുമ്പോൾ ഇതിൻ്റെയൊക്കെ ഡ്രഗ്സിന്റെ ഉപയോഗം വളരെ കൂടുതലാണ്. പ്രത്യേകിച്ച് പാർട്ടി ഡ്രഗ് എന്ന് തന്നെയാണ് അതിന്റെ പേര് തന്നെ പറയുന്നത്. കാരണം പല കുട്ടികളോട് പല രീതിയിലും ആളുകൾ അവരുടെ ബ്രെയിനിലേക്ക് പല കാര്യങ്ങളും കൊടുക്കുകയാണ്. മറ്റൊന്നല്ല, അവരോട് പറയാണ്, ഇത് ഉപയോഗിച്ചു, ഈ ഡ്രഗ് ഉപയോഗിച്ചാൽ നിനക്ക് നന്നായിട്ട് പഠിക്കാൻ സാധിക്കും, അതല്ലെങ്കിൽ രാത്രി മുഴുവൻ ഉറങ്ങാതിരിക്കാൻ സാധിക്കും, നല്ല എനർജി കിട്ടും, ഇങ്ങനെയൊക്കെ ആയിരിക്കാം പറയുന്നത്. ഇത് വിശ്വസിച്ച് നമ്മുടെ കുഞ്ഞുങ്ങൾ ഇതൊക്കെ വാങ്ങി ഉപയോഗിക്കും. ശരിയാണ്, പാർട്ടിയിലാണെങ്കിൽ ഒരു രാത്രി മുഴുവൻ ഉറങ്ങാതിരിക്കാൻ പറ്റും. പക്ഷെ ഉറങ്ങാൻ തിരിഞ്ഞിട്ട് കാര്യമില്ല. അടുത്ത ദിവസം വീണ്ടും ഉറങ്ങാൻ ശ്രമിച്ചാൽ ഉറക്കം വരില്ല. ഒരു 4-5 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഉറക്കം വരത്തില്ല. ഇത് ഉപയോഗിച്ച ആളുകളുടെ അനുഭവമാണ് ഞാൻ പറയുന്നത്. ഇതുപോലെ അനുഭവിച്ച ആളുകൾ പറഞ്ഞു കേട്ടതാണ്. പിന്നീട് ഒരു 5-6 ദിവസത്തേക്ക് ഉറക്കം മാത്രമായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇങ്ങനെ കുറേ ദിവസങ്ങൾ ഉറക്കമില്ലാതിരുന്ന വീണ്ടും ഉറക്കം മാത്രം. അത് മാത്രമല്ല, ഒരു തുള്ളി വെള്ളം ഇറക്കാൻ സാധിക്കില്ല. ഇത്തരം രാസലഹരി തുടർച്ചയായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ വായുവിനെ പൊള്ളി അടർന്നു പോകും, പല്ലുകൾ ദ്രവിച്ച് പൊളിഞ്ഞു പോകും. ഒരു തുള്ളി വെള്ളമോ ഭക്ഷണമോ കഴിക്കാനാവാതെ 8-10 ദിവസം കണ്ടിന്യൂസ് ആയി പോയി കഴിയുമ്പോൾ നമുക്ക് ശരീരത്തിന് ഡീഹൈഡ്രേഷൻ സംഭവിക്കുന്നു. അഥവാ നിർജ്ജലീകരണം, ജലാംശം പൂർണ്ണമായും നഷ്ടപ്പെടുകയാണ്. വെള്ളം കുടിക്കാതിരിക്കില്ലേ? അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ചെറിയൊരു ടെമ്പറേച്ചർ വേരിയേഷൻ, അതായത് അന്തരീക്ഷ താപനിലയിൽ പോലും ഒരു വ്യത്യാസം ഉണ്ടായാൽ, ഒരല്പം ചൂട് കൂടുതലായാൽ അവരുടെ ശരീരത്തിന് താങ്ങാൻ സാധിക്കുന്നില്ല. വേഗം തന്നെ കാർഡിയാക് അറസ്റ്റ് ഉണ്ടാവും. അതായത് ഹാർട്ട് അറ്റാക്ക് പോലുള്ള അസുഖങ്ങൾ വന്ന് വേഗം തന്നെ ആൾ മരിച്ചു പോയി. ഒരുപാട് യുവാക്കൾ ഇതുപോലെ സംഭവിക്കുന്നുണ്ട്, നമ്മൾ അറിയുന്നില്ല. നേരം എടുക്കുമ്പോൾ മരിച്ചു കിടക്കുകയാണ്. എന്താ പറ്റിയെന്ന് ചോദിച്ചാൽ പോലും അറിയില്ല. കാരണം ഇത്തരം ഡ്രഗ്സ് ഒക്കെ നമ്മുടെ കുട്ടികളിലേക്ക് എത്തിക്കഴിയുമ്പോൾ അവരത് കൂടുതലായിട്ട് ഉപയോഗിക്കും. ഇപ്പൊ എല്ലാ ഫീൽഡിലുമുണ്ട്, മെഡിക്കൽ ഫീൽഡിലുള്ള ആളുകളായാലും അതല്ലെങ്കിൽ പല ഏത് ഫീൽഡിലായാലും ശരി, ഇതൊക്കെ കുട്ടികളുടെ അവരോട് പറയുമ്പോൾ ഒരു നമുക്കൊരു ഐസ്ക്രീം കഴിക്കാം, അതല്ലെങ്കിൽ ഒരു ജ്യൂസ് കഴിക്കാം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ കുട്ടികളെ ധരിച്ചേക്കാം. പക്ഷെ നമുക്കൊരു അല്പവിഷ്ടം തോന്നിയാൽ ആ കുട്ടി അവരുടെ കൂടെ പോവുകയും ചെയ്യും. അങ്ങനെ പോകുന്ന സമയത്ത് ഇവരെ ഏതെങ്കിലും തരത്തിൽ ഉപയോഗിക്കണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ, ആ ആൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ പറഞ്ഞ രാസലഹരിക്ക് നിറമോ മണമോ രുചിയോ ഇല്ല. നമ്മുടെ
ചെറിയ ഉപ്പുപൊടി പോലെ, പഞ്ചസാര തരി പോലെ, കൽക്കട്ട പോലെ, സ്ട്രിപ്പുകളായിട്ടോ മുറിവുകളായിട്ടോ പലതരത്തിലുള്ള മിഠായികളുടെ രൂപത്തിലൊക്കെയാണ് ഇത് കഴിക്കുന്നത്. അപ്പോൾ നമ്മളറിയാതെ, നമ്മുടെ കുട്ടി അറിയാതെ ഈ ഐസ്ക്രീമിലോ അല്ലെങ്കിൽ ജ്യൂസിലോ ഒരു തരി മതി, ഒരു പഞ്ചസാര തരി വലുപ്പത്തിൽ ഒന്ന് പൊട്ടിയിട്ടാൽ മതി. നമ്മുടെ കുട്ടി അറിയുന്നില്ല, അവരവർക്ക് ഉപയോഗിക്കുന്നു. അരമണിക്കൂറിനുള്ളിൽ അവരുടെ സ്വഭാവം നഷ്ടപ്പെടുന്നു. പിന്നെ അവർ പറയുന്നത് പോലെ എല്ലാം ചെയ്യും, എന്ത് കാര്യം ചെയ്യും. അതാണ് ധൈര്യമായിരിക്കും. ചോദിക്കുന്നത് എല്ലാം കൊടുക്കും, പറയുന്നതെല്ലാം അതുപോലെ അനുസരിക്കും. നഷ്ടം നമുക്ക് മാത്രമാണ്, നമ്മുടെ കുട്ടിക്ക് മാത്രമാണ്. എല്ലാം നഷ്ടപ്പെട്ട ശേഷമായിരിക്കും നമ്മൾ തിരിച്ചറിയുന്നത് നമ്മൾ ചതിക്കപ്പെടുകയായിരിക്കും. അതുകൂടാതെ മറ്റൊരു ഡ്രഗുണ്ട്, DRD എന്നാണ് പേര്. ഡ്രഗിന്റെ പേരല്ല, കോമൺ ആയിട്ട് പറയുന്ന പേരാണ്. ഡ്രഗിന്റെ പേര് ഞാൻ പറയുന്നത് ഡേറ്റ് റേപ്പ് ഡ്രഗ്സ്, DRD. ഓരോ വാക്കിന്റെ അർത്ഥം ഞാൻ പറയുന്നത് അറിയാമോ? ഡേറ്റിംഗ് കേട്ടിട്ടുണ്ടാവും അല്ലേ? അപ്പൊ ഇന്നത്തെ ഒരു ട്രെൻഡാണ്, കുട്ടികളെ അവർക്ക് ഇഷ്ടപ്പെട്ട ആളുകൾ നമ്മൾ പറയുന്ന സമയത്ത് ആ ഡേറ്റ് വരെ ഇങ്ങനെ പോവുകയാണ്. എന്തുവാകാം? റേപ്പ് എന്ന വാക്കറിയാമോ? ഡേറ്റ് റേപ്പ് ഡ്രഗ്. പ്രത്യേകിച്ച് ഇത് പെൺകുട്ടികൾക്ക് വേണ്ടിയാണ്. മദ്യപിക്കാത്ത പെൺകുട്ടികൾക്ക്, ഒരു പാർട്ടിയിലോ എവിടെയായാലും മദ്യം കൊടുക്കാൻ ഉപയോഗിക്കാത്ത പെൺകുട്ടികളെ അവരറിയാതെ, അല്ലെങ്കിൽ ഈ പറയുന്ന ഗതയെ കീഴ്പ്പെടുത്താൻ ഒരു തരത്തിലുള്ള ഇടയിൽ നിന്നും യാതൊരു തരത്തിലുള്ള എതിർപ്പുകളും ഇല്ലാതെ അവരെ കീഴ്പ്പെടുത്താൻ സഹായിക്കുന്ന ഒരു ഡ്രഗാണ് ഇത് DRD. കാരണം കുട്ടികൾക്ക് ഇതുപോലെ ജ്യൂസിലോ മോളയിലോ ഒരല്പം കലർത്തി കൊടുത്താൽ മതി, അവരറിയുന്നില്ല, ഇതിന്റെ നിലവാറോ രുചിയോ ഇല്ലെന്ന് പറയും. അത് ഉപയോഗിച്ച് അരമണിക്കൂറിൽ ബോധം പൂർണ്ണമായിട്ടും നഷ്ടപ്പെടുകയാണ്. പൂർണ്ണമായിട്ടും ബോധം നഷ്ടപ്പെട്ട ഒരാൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. അവരുടെ ആവശ്യങ്ങളെല്ലാം സാധിച്ച ശേഷം ഇവരെ ഉപേക്ഷിച്ച് കളയും. ജീവൻ ഉണ്ടെങ്കിൽ ഭാഗ്യം. അപ്പൊ നേരെ കിടക്കുമ്പോൾ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ആയിരിക്കും കിടക്കുക. കുട്ടിയെ പരിചയമില്ലാത്ത ഏതെങ്കിലും സ്ഥലത്തായിരിക്കാം കിടക്കുക. പിന്നെ പോലീസുകാരായി, കേസായി, പല കാര്യങ്ങളായി, ചോദ്യം ചെയ്യലായി. ചോദിക്കുമ്പോൾ കുട്ടിയോട് ചോദിക്കുന്നു, ഇന്നലെ എവിടെയാണ് പോയത്? അറിയില്ല. ഇന്നലെ എന്താ സംഭവിച്ചത്? അറിയില്ല. ഇന്നലെ ആരോ കൂടെ ഉണ്ടായിരുന്നു? അതും അറിയില്ല. എന്താ അവർക്ക് അറിയാത്ത കാര്യം എന്താണ്? ഈ ഡ്രഗ് അവരുടെ ഉള്ളിൽ ചെന്ന് അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ബോധം പോയി എന്ന് പറഞ്ഞു. ആ ഉള്ളിൽ ചെന്ന സമയം മുതൽ ഈ ബോധം തിരിച്ചു വന്ന സമയം വരെയുള്ള നടന്ന കാര്യങ്ങളൊന്നും അവർക്ക് പ്രേരിപ്പില്ല. പൂർണ്ണമായിട്ടും ആ ഓർമ്മയെ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു, പൂർണ്ണമായിട്ട് ഇല്ലാതായിരിക്കുന്നു. വീണ്ടെടുക്കാനാവാത്ത വിധത്തിൽ ആ ഓർമ്മ, ആ ഒരു ദിവസത്തെ ഓർമ്മ നഷ്ടപ്പെട്ടിരിക്കുന്നു. അങ്ങനെയുള്ള ചില ഡ്രഗ്സ് ആണ് ഈ പറഞ്ഞ DRDകൾ. അപ്പോൾ ഈ ഇരയ്ക്ക് മാത്രമാണ് നഷ്ടം വരുന്നത്. അവയെ ഉപദ്രവിച്ച ആ പ്രതി എന്ന് പറയുന്ന പ്രതിക്ക് ഒരിക്കൽ പോലും ഒരു നഷ്ടവും വരുന്നില്ല. ആ പ്രതി ആരാണെന്ന് പറഞ്ഞു കൊടുക്കാൻ ഈ കുട്ടിക്ക് സാധിക്കുന്നുണ്ടോ? ഒരിക്കലും സാധിക്കില്ല. ഒരു ജന്മം പോലും ആലോചിച്ചാലും ശരി, അത് ആരാണ്, ഇങ്ങനെ എന്താ സംഭവിച്ചത് ഓർത്തെടുക്കാൻ പോലും പറ്റുന്നില്ല. അപ്പൊ ഇങ്ങനെയുള്ള ചില ഡ്രഗ്സ് നമ്മുടെ നാട്ടിൽ പോലും സുലഭമാണ്. അപ്പൊ കുട്ടികളോട് പ്രത്യേകം പറഞ്ഞു കൊടുക്കുക, ആര് വിളിച്ചിട്ടായാലും, പരിചയമില്ലാത്ത ആരായാലും, ഈ പരിചയം നടിച്ചു വരുന്നവരാണെങ്കിൽ പോലും ഇതുപോലെ കൂടെ പോകാതിരിക്കുക, എന്തെങ്കിലുമൊക്കെ വാങ്ങി തന്നാൽ ഇത് കഴിക്കാതിരിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മാതാപിതാക്കൾ പറഞ്ഞു കൊടുക്കണം. കാരണം ഇത് പറഞ്ഞില്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അറിയില്ല എന്താണ് സംഭവിക്കുന്നത്. ഒരുപക്ഷെ അവർക്ക് അറിയില്ല. അപ്പൊ എന്ത് സംഭവിക്കാം, ഏത് നിമിഷവും എന്ത് സംഭവിക്കാമെന്നുള്ള അവസ്ഥയാണ്. നമ്മൾ പേരൻസിനാണ് ഇത് പറഞ്ഞു കൊടുക്കണം, അല്ല പിന്നെ മറ്റാരും അവർക്ക് പറഞ്ഞു കൊടുക്കുക. ഓരോ ദിവസവും നമ്മുടെ അധ്യാപകർക്കാണെങ്കിലും എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാനുണ്ട്, എന്തെല്ലാം പോഷണം തീർക്കാനുണ്ട്, എന്തെല്ലാം ആക്ടിവിറ്റീസ് ചെയ്യാനുണ്ട്. അപ്പോൾ ഒന്നോ രണ്ടോ കുട്ടികളാണ് നമ്മുടെ വീട്ടിലുള്ളത്. അവരെ നമ്മൾ തന്നെ ചേർത്ത് പിടിക്കുക. ഒരു ക്ലാസ്സിൽ 30-35 കുട്ടികൾ ഇരിക്കുന്ന അവസ്ഥയിൽ അവരുടെ അധ്യാപകർക്ക് ഒരുപാട് പരിമിതികളുണ്ട്. അപ്പോൾ അവർക്ക് ചെയ്യാൻ പറ്റുന്നതിനൊക്കെ ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. അത് നമ്മൾ മനസ്സിലാക്കി നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ തന്നെ ചേർത്ത് പിടിക്കണം. ഒരിക്കലും നമ്മൾ ഈ ഡ്രഗ്സ് അടിച്ചു വരുന്ന പല കുട്ടികളുടെ പേരൻസ് പറയാറുണ്ട്, നിങ്ങളൊക്കെ വിചാരിച്ചാലേ ഈ കുട്ടികൾ നന്നാവുള്ളൂ. എങ്ങനെയാണ് നന്നാവുന്നത്? ഡ്രഗ്സ് അടിച്ച് വല്ലാതെ ഇരിക്കുന്ന കുട്ടികളാണ്. അവരെ പോലീസുകാരുടെ, എക്സൈസുകാരുടെ ഡ്യൂട്ടി അല്ല ഈ കുഞ്ഞുങ്ങളെ നന്നാക്കുക അല്ലെങ്കിൽ യുവാക്കളെ നന്നാക്കുക എന്നത്. ഒരിക്കലും പോലീസിന്റെ, എക്സൈസിന്റെ, അധ്യാപകരുടെ ആരുടെ ഡ്യൂട്ടിയല്ല. അത് നമ്മൾ പേരൻസ് തന്നെയാണ് ചിന്തിക്കേണ്ടത്. ഓരോ കുട്ടിയെയും അവരുടെ പേരൻസാണ് തെറ്റിലേക്ക് വഴി പോകാതിരിക്കാൻ ശ്രദ്ധിച്ച് ഏത് രീതിയിലായാലും അതിലേക്ക് പോകാതിരിക്കാൻ അത്രയും ചേർത്ത് പിടിക്കേണ്ടത് നമ്മുടെ പേരൻസ് തന്നെയാണ്. അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കുക. ഇവിടെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞ ശേഷം എത്ര വേഗമായിട്ട് അടിച്ചിട്ടും കാര്യമില്ല. ഈ ഡ്രഗ്സ് എന്ന് പറയുന്നത് വലിയ മാരകമാണെന്ന് പറഞ്ഞു എങ്കിൽ പോലും നമ്മുടെ കുഞ്ഞുങ്ങൾ അതിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് ഇതുപോലുള്ള ചില പുകയില ഉൽപ്പന്നങ്ങളാണ് ഉപയോഗിച്ച് തുടങ്ങുന്നത്. ആദ്യമായിട്ട് കുട്ടികൾ ഉപയോഗിക്കുന്ന പുകയില ഉൽപ്പന്നങ്ങളായിരിക്കാം. കാരണം പുകവലി എന്ന് പറയുന്നത് മരണത്തിലേക്കുള്ള പാലമാണ് എന്നാണ് പറയുന്നത്. പല കുട്ടികളും സുഹൃത്തുക്കൾ പറയും ഇത് ഉപയോഗിച്ച് നോക്കും, നല്ല രസമാണ്, വലിച്ചു നോക്കും. അത് പല കുട്ടികളും ആദ്യമായിട്ട് ഇത് ഉപയോഗിച്ച് നോക്കും. പക്ഷെ ഒരിക്കലും ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ഈ പറയുന്ന നമുക്കറിയാം പുകയിലയിൽ നിക്കോട്ടിൻ അടങ്ങിയിട്ടുണ്ടെന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലേ, നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇത് കേട്ടല്ല, നിക്കോട്ടിൻ മാത്രമല്ല 4000-ലധികം വിഷവസ്തുക്കളാണ് പുകയിലയിൽ അടങ്ങിയിട്ടുള്ളത്.
ഈ 4000-ലധികം പുകയിലുള്ള 4000-ലധികം വിഷവസ്തുക്കളും ഇതിലേക്ക് വലിച്ചെടുക്കുന്നതാണ്. പുക വലിക്കുന്ന ആളുകൾ ഒരുപക്ഷെ ഇവിടെ ഉണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽ തന്നെ ഉണ്ടാവാം. അപ്പോൾ നമ്മൾ ഈ വലിച്ചെടുക്കുന്ന പുക ഒക്കെ ഈ പലരും ഇത് ശ്രദ്ധിച്ചിട്ടില്ല. സ്ത്രീകളാണെങ്കിലും പുക വലിക്കാത്തവരുണ്ടെങ്കിലും നമ്മൾ ഒരിക്കലെങ്കിലും ഈ പുക സ്മെല്ല് ചെയ്തിട്ടില്ലേ? അതിനെ നമുക്ക് ഇറിറ്റേഷൻ തോന്നും, പല ആളുകൾക്കും തോന്നും. പക്ഷെ ചിലർക്കത് ഇഷ്ടമാണ്, കാരണം അത് അഡിക്ഷൻ തന്നെയാണ്. അത് ഉപയോഗിക്കുന്നവർക്ക് അഡിക്ഷനാണിത്. ഇതിന് കിട്ടാനുള്ള വലിയ പ്രശ്നമാണ്. ഇപ്പൊ വീണ്ടും വീണ്ടും സിഗരറ്റോ അല്ലെങ്കിൽ ബീഡിയോ മറ്റേതെങ്കിലും പുതിയ ഉൽപ്പന്നങ്ങളോ ഉപയോഗിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ ഈ പുക നമ്മൾ ഉപയോഗിക്കുന്നില്ലെങ്കിലും നമ്മൾ അടിക്കുന്നുണ്ട്. ഇതിൽ പോലും ഈ പറഞ്ഞ 4000-ലധികം വിഷവസ്തുക്കളേക്കാൾ 3 മുതൽ 10 ഇരട്ടി വരെ വിഷവസ്തുക്കളാണ് ഉച്ഛ്വാസവായുവിൽ അടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ആലോചിച്ച് നോക്കുക, വീട്ടിലൊരു അച്ഛനോ അമ്മച്ചനോ ആരെങ്കിലും സിഗരറ്റോ ബീഡിയോ വലിക്കുന്നു. ഇതിൽ അമ്മയുണ്ടാവാം, കൊച്ചു കുട്ടികളുണ്ടാവാം. ഈ പുകയെല്ലാം അവർ ശ്വസിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ ഇവർ വലിച്ചെടുക്കുന്നതിന്റെ 3 മുതൽ 10 ഇരട്ടി വരെ വിഷമാണ് ഈ ചുറ്റും നിൽക്കുന്ന ആൾക്കാർക്ക് കിട്ടുന്നത്. അപ്പോൾ ആർക്കായിരിക്കും ആദ്യ അസുഖം വരിക? പ്രത്യേകിച്ച് സ്ത്രീകൾക്കും കുട്ടികൾക്കും. കാരണം പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകൾക്കും കുട്ടികൾക്കും ഒരവസ്ഥ ഇമ്മ്യൂണിറ്റി പവർ കുറവാണ്. അതുകൊണ്ട് തന്നെ ആദ്യ അസുഖം ബാധിക്കുക അവർക്കായിരിക്കും. അപ്പൊ പുകയില അല്ലെങ്കിൽ പുക വരി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ശ്രദ്ധിക്കുക. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഭാര്യയ്ക്കും ആർക്കെങ്കിലും ഇത് പകർന്നു കൊടുക്കാമെങ്കിൽ അത് മാക്സിമം ശ്രദ്ധിക്കുക. അത് കുറച്ച് സുരക്ഷിത ഇരുന്നോട്ടെ. പറ്റുമെങ്കിൽ നമ്മൾ ആ പുകവലി നിർത്തുക. ഇനി സാധിക്കുന്നില്ലെങ്കിൽ അതിന്റെ അളവ് കുറച്ച് കൊണ്ടുവരിക. ഇനി അതും പറ്റുന്നില്ല എങ്കിൽ വീട്ടിലുള്ളവരെയെങ്കിലും സുരക്ഷിതരാക്കുക എന്നുള്ളത് നമ്മൾ പ്രത്യേകം ചെയ്യേണ്ടതാണ്. അതുപോലെ മറ്റൊരു വസ്തുവാണ് പുകയില ഉൽപ്പന്നങ്ങൾ എന്ന് പറയുമ്പോൾ സിഗരറ്റ് മാത്രമല്ല, പുക രഹിത പുകയില, അതായത് പുകയില്ലാത്ത പുകയില അഥവാ പാൽ മസാലകൾ. നമ്മുടെ കുട്ടികളൊക്കെ ഒരു വർഷങ്ങൾ ആദ്യമായിട്ട് ഉപയോഗിച്ച് വന്ന ഈ വസ്തുക്കളൊക്കെ ആയിരിക്കാം. നമ്മുടെ വീട്ടില് നമ്മൾ ശ്രദ്ധിക്കുക, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കുഞ്ഞുങ്ങളുടെ പോക്കറ്റിലുണ്ടോ എന്നൊക്കെ ശ്രദ്ധിക്കുക. കാരണം അതിന്റെ പിക്ചർ തന്നെ അടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. പുറത്തൊരു വാണിംഗാണിത്. ക്യാൻസർ ബാധിച്ച ശരീരഭാഗങ്ങളുടെ ചിത്രങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അല്ലേ? അത് കണ്ടാൽ നമുക്ക് പേടിയാവും. ഒറ്റ തവണയും നോക്കുള്ളൂ, ഒന്നും നോക്കാൻ പറ്റില്ല. അതുപോലുള്ള സാധനങ്ങളാണ്. പല കുട്ടികളും ഇതാണ് ആദ്യമായിട്ട് ഉപയോഗിച്ച് നോക്കുന്നത്. ഇത് ഒരു പുകയില ഉൽപ്പന്നമാണ്. ഇതിനകത്ത് ഈ പറഞ്ഞ നിക്കോട്ടിനും 4000-ലധികം വിഷവസ്തുക്കളുണ്ട്. ഇതറിയാതെ ഇത് കൂടാതെ ഒരു വസ്തു കൂടിയുണ്ട്, ഗ്ലാസ് പൗഡർ. ചിന്തി പൊതിച്ച് ചേർത്തിരിക്കുകയാണ് ഇതിനകത്ത്. കാരണം നമ്മളിത് വായിലിട്ട് ഉപയോഗിക്കുന്ന സമയത്ത് വായിക്കുള്ളിൽ ചെറിയ ചെറിയ മുറിവുകൾ ഉണ്ടാകും. ഈ മുറിവിലൂടെ ഈ പറഞ്ഞ നിക്കോട്ടിനും മറ്റ് വിഷവസ്തുക്കളും പെട്ടെന്ന് ബ്ലഡിലേക്ക് അബ്സോർബ് ചെയ്യണം, വേഗത്തിൽ ലഹരി കിട്ടണം. അതാണ് ഉദ്ദേശം. അപ്പൊ നമ്മളിത് ഒരിക്കലും ഉപയോഗിച്ചു, അല്ലെങ്കിൽ നമ്മുടെ കുട്ടി ഒരിക്കലും ഉപയോഗിച്ചു, വീണ്ടും ഉപയോഗിച്ചു, ഇങ്ങനെ പല ദിവസങ്ങളിൽ ഉപയോഗിച്ച് കഴിയുമ്പോൾ വായിലെ ഈ മുറിവ് ഒരിക്കൽ പോലും ഉണങ്ങുന്നില്ല. അത് പഴുത്ത് വ്രണമായി ക്യാൻസറായി മാറുകയാണ്. അങ്ങനെ ഉണ്ടായ ക്യാൻസർ ബാധിച്ച ചിത്രങ്ങൾ, ശരീരഭാഗങ്ങളുടെ ചിത്രമാണ് ആ പറഞ്ഞ പാൽ മസാലയിലും സിഗരറ്റ് പാക്കറ്റിലും ഒക്കെ അത് പിക്ചറൈസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമ്മളിത് കയ്യിലെടുക്കുമ്പോൾ ഉപയോഗിക്കാനായിട്ട് കയ്യിലെടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഞാനിത് ഉപയോഗിച്ചാൽ എനിക്ക് ഇതേ അവസ്ഥ വരും. ഇനി കൗൺസിലിംഗ് ഒക്കെ കൊടുക്കാറുണ്ട് കുട്ടികൾക്ക്. പല പേരൻസ് ഒരിക്കലും ഇതുപോലെ ഒരു പയ്യനെ കൊണ്ടുവന്നു. അവനിപ്പോ +2 കഴിഞ്ഞിട്ടേ ഉള്ളൂ. ആ സമയത്താണ് അവരുടെ പേരൻസും അതിന്റെ അധ്യാപകരോടും കൂടി ആരെങ്കിലും നിർബന്ധിച്ച് കൊണ്ടുവന്നത് കൗൺസിലിങ്ങിന് കൊണ്ടുവന്ന പ്രശ്നം ഇതാണ്, അവൻ പാൻ മസാല സിഗരറ്റ് ബീഡി ഇതൊക്കെ ഉപയോഗിക്കുന്നു. മറ്റൊരു അവസാനങ്ങളൊന്നും അവന് വേണ്ട, പക്ഷെ ഇതൊക്കെ വേണം. ഈ കാര്യങ്ങളിൽ നിന്ന് പിന്തിരിപ്പിക്കണം, അതാണ് ആവശ്യം. നമ്മൾ അവർക്ക് കൗൺസിലിംഗ് കൊടുത്തു, എന്ത് പറഞ്ഞിട്ടും അവൻ കേൾക്കുന്നില്ല. അവൻ പറയുന്നത് എന്റെ കൂട്ടുകാരൻ 4 വർഷമായിട്ട് ഈ പറഞ്ഞ പാൻ മസാലയും സിഗരറ്റ് ഉപയോഗിക്കുന്നു, അവനൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല, പിന്നെ എനിക്ക് ഉപയോഗിച്ച എന്താ പ്രശ്നം? എന്തായാലും നമ്മൾ എത്ര പറഞ്ഞിട്ടാണ് കേട്ടില്ല, അവനെ എന്റെ വഴി വിട്ടു. ഒരു 3 മാസത്തിന് ശേഷം ഈ കൗൺസിലർ തിരുവനന്തപുരം RCC വിജയ ക്യാൻസർ സെന്ററിൽ ഒരു ആവശ്യത്തിന് വേണ്ടി ചെന്നപ്പോൾ അങ്ങനെ ഒരു പയ്യൻ ഓടി വന്നിട്ട് ചോദിച്ചു, സാർ എന്നെ മനസ്സിലായോ? നോക്കിയിട്ട് ഒരു രക്ഷയില്ല, മനസ്സിലാവുന്നില്ല. അപ്പൊ പറഞ്ഞു, സാർ എനിക്ക് 3 മാസം മുമ്പ് കൗൺസിലിംഗ് വന്നിട്ടുണ്ടായിരുന്നു, എന്നോട് ഇതൊന്നും ഉപയോഗിക്കരുതെന്ന് പറഞ്ഞായിരുന്നു, പക്ഷെ ഞാൻ കേട്ടില്ല. ഇപ്പൊ എനിക്ക് ക്യാൻസറായി, ഞാൻ ഇതിന്റെ ട്രീറ്റ്മെന്റിലാണ്, ഹോസ്പിറ്റൽ ട്രീറ്റ്മെന്റിലാണ്. അവന്റെ അമ്മ ബെഡിലിരുന്ന് അവന് കഞ്ഞി കോരി കൊടുക്കുകയാണ് സ്കൂളിൽ. പക്ഷെ ഈ കഞ്ഞി ഇവൻ കഴിക്കുന്നുണ്ടെങ്കിലും കഞ്ഞി ഉള്ളിലേക്കല്ല പോകുന്നത്, ഇതിലൂടെ വെളിയിലേക്കാണ്. കാരണം കവർ ഇത്രയും ഭാഗമില്ല, വലിയൊരു ഹോളാണ്, ഇത്രയും ഭാഗം ദ്രവിച്ച് തീർന്നിരിക്കുന്നു ക്യാൻസർ ബാധിച്ച്. അപ്പൊ കഞ്ഞി ഇതിലൂടെ വെളിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തൊരു ഭീകരമായ അവസ്ഥയാണ്, നമുക്ക് ചിന്തിക്കാൻ കൂടാൻ പറ്റുന്നത്. അതിന് വേഗം മരിച്ചു പോകുന്നത് അല്ലേ? അത്ര ഇഞ്ചിഞ്ചായിട്ട് നീറി മരിക്കുന്ന ഒരവസ്ഥയാണ്. അവന്റെ അമ്മയുടെ അവസ്ഥ ആലോചിച്ച് നോക്കുക. ഇത് മാത്രം ഒന്ന് കൊടുത്ത് വളർത്തിയതാണല്ലേ, പക്ഷെ ആ കവറിന് ഈ അവസ്ഥ ഇങ്ങനെയാണ്. അപ്പൊ എത്രത്തോളം ബുദ്ധിമുട്ടിയാണ് പേരൻസ് കുട്ടികളെ വളർത്തുന്നത്. പക്ഷെ കുട്ടികൾ ഇതുപോലെ പറഞ്ഞാൽ അനുസരിക്കാതെയൊക്കെയാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത്. പക്ഷെ ഇങ്ങനെ പ്രശ്നം ഉണ്ടായിരുമ്പോൾ അതിന് കൊടുക്കാൻ ഒരുപാട് കൂട്ടുകാരുണ്ടായിരുന്നു. പക്ഷെ ഈ ഒരു അവസ്ഥയിൽ അതിനെ സഹായിക്കാൻ, അതിന് കഞ്ഞി പോലെ കൊടുക്കാൻ അവന്റെ അമ്മ മാത്രമാണ് ഉണ്ടായിരുന്നത്. അത് നമ്മുടെ കുട്ടികളോട് പറഞ്ഞു കൊടുക്കുക.
കാരണവന്മാരെ ബോധ്യപ്പെടുത്താൻ സാധിക്കണം. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഇതൊന്നുമല്ല നിങ്ങൾ പേരൻസ് പറയുന്നത്, അത് അധ്യാപകർ പറയുന്നത് കേട്ടനുസരിച്ച് ജീവിക്കുന്നത്. പല കേസുകളിലും പിടിക്കപ്പെട്ട് വരുന്ന കുട്ടികൾ ചെറിയ പയ്യന്മാരാണ്, ഇതുപോലുള്ള NDPS കേസുകളാണ്, ഡ്രഗ്സിന്റെ കേസുകളാണ്. പിടിക്കപ്പെട്ട് വന്നു കഴിയുമ്പോൾ അവർക്ക് ജാമ്യം കിട്ടാവുന്ന ചെറിയ കേസാണെങ്കിൽ ജാമ്യം കൊടുക്കും. അപ്പൊ അവർ ആദ്യം സെലക്ട് ചെയ്യുന്ന അവരുടെ കൂട്ടുകാരെ വിളിക്കാനാണ്. ജാമ്യം എടുക്കാൻ ആള് പറഞ്ഞു, 2 പേര് വേണം. അപ്പൊ ആ 2 പേരെ കിട്ടാൻ വേണ്ടി ഇവര് ഫ്രണ്ട്സിനെയാണ് വിളിക്കുന്നത്. പല സമയത്ത് ഇതാണ് ഒരൊറ്റ വർഷം പോലും അവരെ ഉണ്ടാവില്ല. കാരണം അവരെല്ലാം ഇവരെ പിടിച്ചു പറയുന്നത് മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ച് പോകും. ഒരാളെ പോലും വിളിച്ചാൽ കിട്ടില്ല. ജാമ്യം എടുക്കാൻ ആരുമില്ലാതെ മണിക്കൂറുകളോട് ഓഫീസിലിരിക്കും. ലാസ്റ്റ് വരുന്നത് അവരുടെ പേരൻസ് തന്നെയായിരിക്കും. കാരണം അവർക്ക് അച്ഛനമ്മയല്ലേ നമ്മളെ ഉപേക്ഷിക്കാൻ സാധിക്കില്ലല്ലോ. അപ്പൊ അത് നമ്മുടെ കുഞ്ഞുങ്ങളെ മനസ്സിലാക്കണം. നമുക്ക് ഈ ഡ്രഗ്സൊക്കെ തരാനും ഉപയോഗിക്കാനും ഓർമ്മിക്കാനും പറയാനും ഒക്കെ ഒരുപാട് സുഹൃത്തുക്കളുണ്ടാവും. പക്ഷെ നമുക്കൊരു അപകടം പറ്റിയാൽ ഒരു അവസ്ഥ, അങ്ങനെ ഒരു അവസ്ഥ വരുമ്പോൾ നമ്മുടെ അച്ഛനമ്മയും മാത്രമേ നമ്മുടെ കൂടെ ഉണ്ടാവുന്നത് നമ്മൾ മനസ്സിലാക്കണം. ഇത് കുഞ്ഞുങ്ങളെ നമ്മൾ ബോധ്യപ്പെടുത്തി കൊടുക്കണം. നമ്മൾ പലപ്പോഴും കുട്ടികൾക്ക് ക്ലാസ്സൊക്കെ കൊടുക്കാറുണ്ട്, പല ഇതായിട്ട് കൊടുക്കാറുണ്ട്. ഹൈസ്കൂൾ ലെവലും ഹയർ സെക്കൻഡറി, കോളേജ്, അതുപോലുള്ള വിദ്യാഭ്യാസം, അധ്യാപകർ, അങ്ങനെ എല്ലാവർക്കും പഞ്ചായത്ത് തലത്തിലും ഒക്കെ ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട്. നമുക്ക് പറയാനേ സാധിക്കുള്ളൂ, ഓരോരുത്തരും സ്വയം ബോധവാന്മാരാകണം. എങ്കിൽ മാത്രമേ ഇത് നിന്നൊരു മുക്തി നേടാൻ സാധിക്കുകയുള്ളൂ. ഇതുപോലെ നമ്മുടെ കുട്ടികളുടെ ഭാഗങ്ങളിൽ നമുക്ക് എന്തെങ്കിലും പരിചയമില്ലാത്ത വസ്തുക്കൾ കണ്ടാൽ തീർച്ചയായിട്ടും നമ്മൾ അല്ലെങ്കിൽ അത് ക്ലാസ് ടീച്ചറെ കാണിക്കുക, അല്ലെങ്കിൽ ഇന്ന് ഫോട്ടോ എടുത്ത് അയക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, അയച്ചു കൊടുക്കുക, കാണിക്കുക, ഇങ്ങനൊരു വസ്തു കൊടുത്തിട്ടുണ്ടായിരുന്നു എന്തെങ്കിലും അത് അല്ലെങ്കിൽ അവർക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നെങ്കിൽ ഞങ്ങൾ കോണ്ടാക്ട് ചെയ്താൽ മതി. തീർച്ചയായിട്ടും ഞങ്ങളുടെ സഹായം ഉണ്ടാകാം. കാരണം ഇപ്പോൾ MST പോലുള്ള സ്റ്റാമ്പുകളൊക്കെയാണ് കുട്ടികളുടെ കൈവശം. പണ്ടൊക്കെ നമുക്ക് ശിശുവിന്റെ സ്റ്റാമ്പുകൾ കിട്ടിയിരുന്നു, പക്ഷേ കുഞ്ഞുങ്ങൾക്ക് LSD പോലുള്ള സ്റ്റാമ്പുകളാണ്. അപ്പൊ ഇതിന്റെ ബാഗിൽ സ്റ്റിക്കർ കുറച്ചിട്ട് ആണെന്ന് വെച്ചാൽ 18 മണിക്കൂർ വരെ ലഹരിയിൽ മയങ്ങി കിടക്കും. നമുക്കത് കണ്ടാൽ പോലും ഒരു പക്ഷേ മനസ്സിലാവുന്നില്ല ഇത് സ്റ്റാമ്പാണോ, നിസ്സാരമുള്ള ലഹരി നമ്മൾ തള്ളിക്കളയും. ഒരിക്കലും ഇതുപോലെ പേരൻസിന്റെ പേരെ പറഞ്ഞോട്ടിരിക്കും. അത് ഈ സിഗരറ്റ് ആണ്, ഇലക്ട്രോണിക് സിഗരറ്റ്. ഇതൊക്കെ നിരോധിക്കപ്പെട്ട വസ്തുക്കളാണ്, കുട്ടികളുടെ ഭാഗങ്ങളിൽ നിന്ന് കിട്ടുന്നതാണ്. ഇതൊക്കെ എവിടെ നിന്നാണ് അവർക്ക് കിട്ടുന്നത്? നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. കാരണം നമ്മുടെ കുഞ്ഞുങ്ങൾ എപ്പോഴാണ് അടിമപ്പെടുന്നത് അറിയാൻ സാധിക്കില്ല. ആൺകുട്ടികൾ മാത്രമല്ല, ഇന്ന് പെൺകുട്ടികളും ഡ്രഗ്സ് ധാരാളമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഒരുപാട് വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട്. അവര് സ്കൂൾ യൂണിഫോമിൽ നിന്ന് ഡ്രഗ്സ് ഉപയോഗിക്കുകയാണ്. അവർക്ക് ഒരു മടിയില്ല. എന്ത് പറഞ്ഞാലും നമ്മളോട് ദേഷ്യപ്പെടുകയാണ്. അച്ഛനും അമ്മയും പറയുന്നതൊക്കെ തെറ്റാണ്, അവരുടെ ഫ്രണ്ട്സ് പറയുന്നതാണ് ശരി. ആ ഒരു ചിന്താഗതിയാണ് കുട്ടികൾക്ക് ഇപ്പോൾ. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, പക്ഷെ നമുക്ക് സമയക്കുറവ്